നമസ്കാരം, എഡിറ്റേഴ്സ് അവറിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. KM Trading Flexi Carnival. You could win a brand new Lancer GLX 2000cc. Flexi, life easy. വിമർശകർക്ക് മറുപടിയുമായി ജസ്റ്റിസ് കമാൽ പാഷ. ജഡ്ജിയെ വിമർശിക്കുന്നത് കെട്ടിയിട്ട് തല്ലുന്നത് പോലെ. വിമർശിക്കുമ്പോൾ മറുപടി പറയാൻ അറിയാഞ്ഞിട്ടില്ല. ആളുകളെ നോക്കി കേസുകൾ ഒഴിവാക്കാറില്ല. പരാമർശങ്ങൾ മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിൽ. സംസ്ഥാന സ്കൂൾ കായികമേളയിൽ ഉഷ സ്കൂളിലെ ജിസ്ന മാത്യുവും കോതമംഗലം സെന്റ് ജോർജിന്റെ കേസ് പ്രണവും വേഗതാരങ്ങൾ. എറണാകുളവും മാർബേസിലും കുതിപ്പ് തുടരുന്നു. ഹോക്കി വേൾഡ് ലീഗ് ഫൈനൽ ടൂർണമെന്റിൽ ഇന്ത്യക്ക് വെങ്കലം. മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികളിൽ ഐത്തമുണ്ടെന്ന് മന്ത്രി AP അനിൽകുമാർ. അധികാര കേന്ദ്രങ്ങളിലും പട്ടികജാതി വിഭാഗത്തോട് ഐത്തം നിലനിൽക്കുന്നു. വെള്ളാപ്പള്ളിയുടെ രാഷ്ട്രീയ പാർട്ടി രൂപീകരണത്തെ രൂക്ഷമായി വിമർശിച്ച് കോൺഗ്രസും CPM-ഉം. വെള്ളാപ്പള്ളി BJP-യുടെ റിക്രൂട്ട്മെന്റ് ഏജന്റ് എന്ന് മുഖ്യമന്ത്രിയും. മുല്ലപ്പെരിയാറിൽ ജലനിരപ്പ് 141.5 അടി പിന്നിട്ടു. കേരളം ആശങ്കയിൽ. 142 അടിയായാൽ കേരളം തമിഴ്നാട് ജലം കൂടുതൽ കൊണ്ടുപോകുമെന്ന് തേനി ജില്ലാ കലക്ടർ. അയാളുടെ ഐഡിയ എന്ന് പറയുന്നത് അയാളുടെ ജഡ്ജ്മെന്റാണ്. പറയുമ്പോൾ അതിന് മറുപടി ഇല്ലാത്തതുകൊണ്ടോ അറിയാൻ വയ്യാത്തത് കൊണ്ടല്ല. ആ റെസ്ട്രെയിൻ, ജുഡീഷ്യൽ റെസ്ട്രെയിൻ, കൈ കെട്ടിയിട്ട് ഒരുത്തിനെ കെട്ടിയിട്ട് അടിക്കുന്നതിന് തുല്യമാണ്. ആരുടെയും സ്നേഹം സമ്പാദിക്കാൻ കേസുകൾ ഒഴിവാക്കാറില്ല. അത്തരത്തിൽ ഒഴിവാക്കുന്നത് നിയമവിരുദ്ധമാണ്. ആരെയും നോക്കണ്ട, ആരുടെയും സ്നേഹം സമ്പാദിക്കാനോ ഒന്നുമല്ല. വിത്തൗട്ട് ഫിയർ ഓർ ഫേവർ, അഫെക്ഷൻ ഓർ വിൽ, അതാണ്. അതുകൊണ്ട് ഞാനൊരു ജഡ്ജ്മെന്റ്, ഒരു കേസ് എൻ്റെ അടുത്ത് മുമ്പ് വരുന്ന ഒരു കേസുകൾ, ഒരൊറ്റ കേസും ഇനി എനിക്ക് അറിയാവുന്ന ഒരാളാന്നിരിക്കട്ടെ, ഞാനത് അവോയ്ഡ് ചെയ്തില്ല ഒരിക്കലും. എനിക്ക് അവിടെ പരിചയമുണ്ട്, അതുകൊണ്ട് അവോയ്ഡ് എന്ന് പറയുന്ന ഒരു പണി എനിക്കില്ല. അവോയ്ഡ് അതെന്താ കാര്യം? ഞാൻ വിചാരിക്കുന്നു ഞാൻ എടുക്കുന്ന സത്യപ്രതിജ്ഞയ്ക്ക് എഗൻസ്റ്റാണ്. വിത്തൗട്ട് അഫെക്ഷൻ ഓർ ഇൽവിൽ അത് ഞാൻ ചെയ്യണം. വിത്തൗട്ട് ഫിയർ ഓർ ഫേവർ, അഫെക്ഷൻ ഓർ ഇൽവിൽ ഇത് ഞാൻ ചെയ്തില്ലെങ്കിൽ ജഡ്ജാണ്. ജസ്റ്റിസ് കമാൽ പാഷയുടെ പ്രസംഗം തീർന്നതിന് തൊട്ടു പിന്നാലെ മുഖ്യമന്ത്രി വേദി വിടുകയും ചെയ്തു. റിപ്പോർട്ടർ, കൊച്ചി. ഈ വിഷയത്തിൽ നമ്മോടൊപ്പം അഡ്വക്കേറ്റ് PS ശ്രീധരൻപിള്ള, അഡ്വക്കേറ്റ് ജയശങ്കർ, അഡ്വക്കേറ്റ് ഉദയഭാനു, അഡ്വക്കേറ്റ് VS സുനിൽകുമാർ MLA, അഡ്വക്കേറ്റ് ലാലി വിൻസെന്റ് എന്നിവരാണ് വിവിധ സ്റ്റുഡിയോകളിലും ടെലിഫോൺ ലൈനിലും. ആദ്യം അഡ്വക്കേറ്റ് PS ശ്രീധരൻപിള്ള, ജസ്റ്റിസ് കമാൽ പാഷ ഇപ്പോഴിത് പറയാൻ എന്താണ് കാരണം, അതും മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിൽ? മുഖ്യമന്ത്രിയുള്ള അവസരത്തിൽ അദ്ദേഹം പറഞ്ഞത് അതിന് കൂടുതൽ അർത്ഥതലങ്ങളുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എന്നാൽ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം ശരിയാണ്. ഈ ജഡ്ജിമാരെ വിമർശിക്കുമ്പോൾ അവർക്ക് തിരിച്ചതിന് മറുപടി പറയാൻ സംവിധാനമില്ല എന്നുള്ളതും റെസ്ട്രെയിൻ്റാണ് അവർ സ്വീകരിക്കുന്ന മാർഗമെന്നും അദ്ദേഹം പറഞ്ഞത് ശരിയാണ്. പക്ഷേ ജുഡീഷ്യറിയെ സംബന്ധിച്ചും നമ്മുടെ സാമൂഹിക അപജയങ്ങളുടെ ഏറ്റക്കുറച്ചിലുണ്ടെങ്കിലും അത് ജുഡീഷ്യറിയൊക്കെ ബാധിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് എല്ലാ ഭരണഘടനാ സംവിധാനങ്ങളും അപജയത്തിൻ്റെ പാതയിലാണ് നമ്മുടെ രാജ്യത്തുള്ളത്. അതുകൊണ്ട് ഇതെല്ലാം ഗൗരവത്തിലെടുക്കേണ്ട വിഷയങ്ങളായി എനിക്ക് തോന്നുന്നു. പിന്നെ ഇപ്പോൾ കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ കരുത്തുള്ള രാഷ്ട്രീയ പാർട്ടികൾ അതിൻ്റെ ഭരണ നേതാക്കന്മാരെ പറ്റി പറഞ്ഞാൽ അത്തരം ആളുകളെ വെച്ചു പൊറുപ്പിക്കില്ല, അവരോട് വൈര്യനിരാധന പെരുമാറുന്നു എന്നുള്ളത് കേരളത്തിൽ ഒരുപാട് അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് പറയാൻ സാധിക്കും. അതൊന്നും പണ്ടുണ്ടായിരുന്നില്ല. അത്തരത്തിലൊരു ജഡ്ജിയോട് വിരോധം വെച്ചുകൊണ്ട് പെരുമാറുന്ന രീതികളും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് മുഖ്യമന്ത്രി ഉള്ള വേദിയിൽ അദ്ദേഹം അത് പറഞ്ഞത് ഉചിതമായി എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. സ്വാഭാവികമായിട്ടും കൃഷ്ണയ്യരുടെ അനുസ്മരണത്തോട് ബന്ധപ്പെട്ട യോഗമാണ്.
ആ യോഗത്തിനൊരു സന്ദേശമുണ്ട്. ആ സന്ദേശം നമ്മൾ കൂടുതൽ ചർച്ച ചെയ്യേണ്ടതാണ്. നികേഷ് അതൊരു ചർച്ചാ വിഷയമാക്കിയതും വളരെ നന്നായി എന്ന് ഞാൻ ഈ ചാനലിനെ അഭിനന്ദിക്കുകയാണ്. ദയവായി തുടരുക. എൻ്റെ ചോദ്യത്തിന് വ്യക്തമായ ഉത്തരം നൽകാൻ ശ്രീ പി എസ് ശ്രീധരൻപിള്ള തയ്യാറാവുന്നില്ല. എന്തുകൊണ്ട് ജസ്റ്റിസ് കമാൽ പാഷ ഇപ്പോൾ വ്യക്തിപരമായി ജഡ്ജിയെ വിമർശിക്കുന്നത് കെട്ടിയിട്ടടിക്കുന്നത് പോലെയാണ് എന്ന് പറയുന്നു? ആരാണ് ജസ്റ്റിസ് കമാൽ പാഷയെ വ്യക്തിപരമായി വിമർശിച്ചത്? അല്ല, ജസ്റ്റിസ് കമാൽ പാഷ ആ കാര്യത്തിൽ ഭാഗ്യവാനാണ്. അദ്ദേഹത്തെക്കുറിച്ച് വ്യക്തിപരമായ അധിക്ഷേപങ്ങൾ കാര്യമായിട്ട് വന്നില്ല. മറിച്ച് സമീപകാലത്തുണ്ടായ സംഭവങ്ങൾ നമുക്ക് ഓർമ്മയുണ്ടല്ലോ. ശ്രീ ഹരുണൽ റഷീദ് ഹൈക്കോടതി ജഡ്ജിയായിരുന്നപ്പോൾ അദ്ദേഹം സോളാർ കേസുമായിട്ട് ബന്ധപ്പെട്ട് സലിം രാജിൻ്റെ ഭൂമിയിടപാടുമായി ബന്ധപ്പെട്ട് കളമശ്ശേരി ഭൂമിയിടപാടുമായി ബന്ധപ്പെട്ട് വിധി പ്രഖ്യാപിച്ച സമയത്ത് അദ്ദേഹത്തിനെതിരെ എന്തൊക്കെ ആക്ഷേപങ്ങളാണ് ഇവിടെ ഉണ്ടായത്. നമ്മുടെ മഹാനായ സാംസ്കാരിക മന്ത്രി കെ സി ജോസഫ് തന്നെ എന്തൊക്കെ ആക്ഷേപമാണ് ഈ ചാനലിൽ തന്നെ നടത്തിയത്. ഒന്ന്. പിന്നെ അലക്സാണ്ടർ തോമസ് എന്ന് പറഞ്ഞ ജഡ്ജി, അദ്ദേഹം അഡ്വക്കേറ്റ് ജനറൽ ഓഫീസിനെ വിമർശിച്ചപ്പോൾ ഇതേ മുഖ്യമന്ത്രി അടക്കമുള്ള ആളുകൾ, മുഖ്യമന്ത്രി അടക്കമുള്ളവർ ആ ജഡ്ജിയെക്കുറിച്ച് നടത്തിയ പരാമർശങ്ങൾ കേട്ടതല്ലേ? ചായത്തൊട്ടിയിൽ വീണ നീലക്കുറുക്കനാണ് ജഡ്ജി എന്ന് സാംസ്കാരിക മന്ത്രി പറയുന്നതൊക്കെ നമ്മൾ കേട്ടു. അപ്പോൾ ആ രീതിയിൽ ജഡ്ജിമാരെ അധിക്ഷേപിക്കുക അവഹേളിക്കുകയൊക്കെ ചെയ്യുന്നത് സമീപകാലത്ത് ആ പ്രവണത വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. കമാൽ പാഷയ്ക്ക് ഭാഗ്യവശാൽ അങ്ങനെ ഒരു നിർഭാഗ്യം ഉണ്ടായില്ല. അദ്ദേഹത്തെ വ്യക്തിപരമായിട്ട് ആക്ഷേപിച്ചില്ല. അദ്ദേഹം പണ്ട് SFI കാരനാണെന്ന് പറഞ്ഞില്ല. അദ്ദേഹം DYFI അനുഭാവിയായിരുന്നു എന്ന് പറഞ്ഞില്ല. അദ്ദേഹം ഓൾ ഇന്ത്യ ലോയേഴ്സ് യൂണിയൻ്റെ പ്രവർത്തകരായിരുന്നു എന്ന് പറഞ്ഞില്ല. അങ്ങനെ ആ രീതിയിൽ സാമുദായികമായിട്ടോ രാഷ്ട്രീയമായിട്ടോ ഒരാക്ഷേപവും അദ്ദേഹത്തിനുണ്ടായില്ല. പിന്നെ ഹനീഫ എന്ന് പറഞ്ഞ ജഡ്ജിയെ പാകിസ്ഥാൻ ചാരം വരെ ആക്കി ഇവിടെ ആളുകൾ ഇല്ലേ? അങ്ങനെയൊക്കെയുള്ള ആക്ഷേപങ്ങൾ വിധി പറഞ്ഞപ്പോ ഗംഭീരമായി എന്നായിരുന്നു KPCC. അതെ, BA പരീക്ഷ കോപ്പി അടിച്ച് പാസ്സായ നേതാവ് ബഹുമാനപ്പെട്ട MM ഹസൻ പറഞ്ഞത് ടൈമിംഗ് ഗംഭീരമായത്. ഹസന്റെ സമയം അനുസരിച്ചിട്ടാണോ കോടതി വിധിക്കുന്നത്? ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇദ്ദേഹം കോപ്പി അടിച്ച് പരീക്ഷ പാസ്സായ ആളാണ്. പക്ഷേ അദ്ദേഹത്തിന് പറയാൻ പറ്റിയ കാര്യമാണത്. കമാൽ പാഷ ഇപ്പോൾ അത് പറയാൻ എന്താണ്? കമാൽ പാഷ അത് പറഞ്ഞത് ഈ ഒരു പ്രവണത വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ കമാൽ പാഷയുടെ ഒരു പ്രത്യേകത, ഇദ്ദേഹം വളരെ നിർഭയനും അഭിപ്രായങ്ങൾ തുറന്നടിച്ച് പറയുന്ന ആളുമാണ്. എനിക്ക് വ്യക്തിപരമായിട്ടുള്ള അനുഭവം ഉണ്ടായിട്ടുണ്ട്. ഞാൻ ഈ വാരാന്ത്യം ഇങ്ങനെ വിജയകരമായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരിക്കൽ ഈ ജസ്റ്റിസ് അന്ന് ജില്ലാ ജഡ്ജിയാണ്, ഏറ്റവും അധികം ആളുകളെ തൂക്കിക്കൊല്ലാൻ വിധിച്ച ഗിന്നസ് ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡിൽ പേര് ചേർക്കാൻ അർഹത നേടിയ ആളാണ് കമാൽ പാഷ എന്ന് ഒരു തട്ടുതട്ടി. കുറച്ച് നാൾ കഴിഞ്ഞ് തൃശ്ശൂർ ഞാനൊരു പൊതുപരിപാടിക്ക് വന്നപ്പോൾ അവിടെ ഈ പരിപാടിയുടെ ഉദ്ഘാടകൻ കമാൽ പാഷയാണ്. എനിക്കറിയില്ലായിരുന്നു. അപ്പോൾ അദ്ദേഹം ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു, ഈ വക്കീലാൾ വലിയ തമാശക്കാരനാണ്, ഇദ്ദേഹത്തിൻ്റെ പരിപാടി ഞാൻ എല്ലാ ആഴ്ചയും കാണാറുണ്ട്. അദ്ദേഹം എന്നെക്കുറിച്ച് പറഞ്ഞു, ഞാൻ ഏറ്റവും അധികം ആളുകളെ തൂക്കിക്കൊല്ലാൻ വിധിച്ച് ഗിന്നസ് ബുക്കിൽ പേര് ചേർക്കാൻ അർഹത നേടിയ ആളാണെന്ന് അദ്ദേഹം പറഞ്ഞു. ഒരു കാര്യം ഞാനിവിടെ വ്യക്തമാക്കാൻ ആഗ്രഹിക്കുകയാണ്. ഈ കൊടും കുറ്റവാളികളെയാണ് ഞാൻ തൂക്കിക്കൊല്ലാൻ വിധിച്ചത്, എനിക്ക് യാതൊരു പശ്ചാത്താപവും ഇല്ല. എന്ന് മാത്രമല്ല, ഇതുപോലെ കേസുകൾ വന്നാൽ ഇനിയും ഞാൻ തൂക്കാൻ വിധിക്കും എന്ന് യാതൊരു അർത്ഥശങ്കയില്ലാതെ അദ്ദേഹം അവിടെ നിന്ന് മൈക്കിൽ കൂടി പ്രസംഗിച്ചു. ഞാൻ പറഞ്ഞത് അങ്ങനെയൊക്കെ ധൈര്യപ്പെട്ട് പറയുന്ന ഒരാളാണ്. സാധാരണ ഒരു ജഡ്ജിയാണെങ്കിൽ ധൈര്യപ്പെട്ടില്ല. ഇപ്പോൾ അലക്സാണ്ടർ തോമസ് പ്രതികരിച്ചില്ല, ഹരുൺ റഷീദ് പ്രതികരിച്ചില്ല, ഒരു ഹനീഫ പ്രതികരിച്ചില്ല, ആർക്കും പ്രതികരിക്കാൻ പറ്റുകയില്ല. ഇപ്പോൾ ഇദ്ദേഹം നോക്കിയപ്പോൾ കൃത്യമായിട്ടൊരു വേദി കിട്ടുകയാണ്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ സ്റ്റേജിലിരുത്തിക്കൊണ്ട് പറയാൻ പറ്റിയൊരു അവസരവുമാണ്. കാരണം കൃഷ്ണഗിരിയുടെ അനുസ്മരണം, ആ വേദി അദ്ദേഹം ഫലപ്രദമായിട്ട് ഉപയോഗിച്ചു. അഡ്വക്കേറ്റ് ഉദയഭാനു, ഇവിടെ കെ മാണിയുടെ 2-3 പ്രസ്താവനകളുണ്ട്. ഒന്ന്, നിയമസഭയിൽ അദ്ദേഹത്തിൻ്റെ പ്രത്യേക ഇടപെടൽ നടത്തി കെ മാണി പറഞ്ഞത്, എന്നെ കേൾക്കാതെയാണ് തനിക്കെതിരെ ഒരു ജനറൽ കമൻറ്റ് ഉണ്ടായിരിക്കുന്നത് എന്ന്. രണ്ടാമത്തേത്, കഴിഞ്ഞ ദിവസം കോട്ടയത്ത് ലഭിച്ച സ്വീകരണ പരിപാടിയിൽ ബിജു രമേശിൻ്റെ തന്നെ ആക്ഷേപം ഇലക്ഷൻ ഫണ്ടായി നൽകിയതാണ്. ഇലക്ഷൻ ഫണ്ട് ഒരിക്കലും ഒരു ബ്രൈബാകില്ല. പക്ഷേ ഈ നാട്ടുകാരെല്ലാം പറഞ്ഞു നടക്കുന്നത് ഇത് ബാർഗോഴ എന്നാണ്. അപ്പോൾ അതിനുള്ള എനിക്കെതിരെ FIR ഇടാൻ പോലും കഴിയില്ല. അന്വേഷണ ഉദ്യോഗസ്ഥർ എന്തെങ്കിലും തെളിവുള്ളതായി പറയുന്നില്ല. അങ്ങനെ ഒരു കേസിലാണ് ഈ പുകില് എന്നുള്ളതാണ്. കെ മാണി നേരിട്ടൊരു വാർത്താ സമ്മേളനം നടത്തിയതായി ഇത്രയധികം വിമർശനങ്ങൾ എനിക്ക് കമാൽ പാഷയ്ക്കെതിരെ ഉണ്ട്, ഈ ജഡ്ജ്മെൻറ്റിനെതിരെ ഉണ്ട് എന്ന് പറഞ്ഞിട്ടില്ല എങ്കിൽ തന്നെയും കിട്ടുന്ന വേദികളിലെല്ലാം തന്നെ ഒരു കുത്തു കൊടുക്കാൻ കെ മാണി തയ്യാറാകുന്നുണ്ട്. അതിൽ കുപിതനാണോ ജസ്റ്റിസ് കമാൽ പാഷ? അതിൽ നിന്നാണോ ഇപ്പോൾ വ്യക്തിപരമായ വിമർശനങ്ങൾ കെട്ടിയിട്ടടിക്കുന്നത് പോലെയാണ് എന്നൊരു പബ്ലിക് സ്റ്റേറ്റ്മെൻറ്റ് മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിൽ അദ്ദേഹം നടത്തുന്നത്? ശ്രീ നികേഷ്, ഞാനിതിൽ കാണുന്നത് നികേഷ് പറഞ്ഞത് ഒപ്പം തന്നെ മറ്റൊരു തലത്തിൽ കൂടിയാണ്. നമ്മുടെ ഭരണഘടനാപരമായിട്ടുള്ള ചുമതല വഹിക്കാനായിട്ട് ബാധ്യസ്ഥനായിട്ടുള്ള എക്സിക്യൂട്ടീവ്, ആ എക്സിക്യൂട്ടീവിൻ്റെ സഹായകമായിട്ട് പ്രവർത്തിക്കുന്ന മറ്റ് ഏജൻസികൾ, ഇവരെല്ലാം തന്നെ ഭരണഘടനാപരമായ ചുമതലകൾക്ക് അപ്പുറത്ത് നിന്നുകൊണ്ട് അവർക്ക് കിട്ടിയിരിക്കുന്ന താന്താങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന സ്ഥാനം സ്വകാര്യമായിട്ടുള്ള സ്വത്ത് സമ്പാദനത്തിനും അഴിമതി നടത്തുവാനുമല്ല സൗകര്യപൂർവ്വം നടത്താനുള്ള ഒരു വേദിയാക്കി മാറ്റുമ്പോൾ
അതിനെ നിയന്ത്രിക്കാൻ ജാഗ്രതയോടിരിക്കുന്ന ഒരു നിയമ സംവിധാനം നമുക്ക് ആകെ ആശ്രയിക്കാവുന്ന ജുഡീഷ്യറി മാത്രമാണ്. ആ ജുഡീഷ്യറി അപ്രകാരം ജാഗരൂകരായിരിക്കുമ്പോൾ തങ്ങൾക്ക് മുമ്പിൽ എത്തുന്ന കേസുകളുടെ ഫാക്ട്സിന് അനുസൃതമായി അതിൻ്റെ വസ്തുതകൾക്ക് അനുസൃതമായിട്ട് വിധി പറയുമ്പോൾ സാമൂഹ്യമായിട്ടുള്ള ഉത്തരവാദിത്തം കൂടി അവർ ഏറ്റെടുക്കുകയാണ്. അങ്ങനെ ഏറ്റെടുക്കുമ്പോൾ അഴിമതി കണ്ടു കഴിഞ്ഞാൽ ഒരു നിശബ്ദ നിരീക്ഷകനായി മാറി നിൽക്കാനൊക്കെ ഞങ്ങൾ സന്നദ്ധരല്ല എന്നതിൻ്റെ ഒരു ഉദ്ഘോഷണമാണ് ശ്രീ കമാൽ പാഷയുടേത് പോലുള്ള ജഡ്ജിമാർ സമീപകാലങ്ങളിൽ നടത്തിയ വിധി. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിധിയായിരുന്നു സമീപകാലത്ത് ജസ്റ്റിസ് കമാൽ പാഷ ഈ ബാർക്കോഴ കേസുമായിട്ട് ബന്ധപ്പെട്ട് വന്നത്. ബാർക്കോഴ കേസുമായി ബന്ധപ്പെട്ട് അദ്ദേഹം നടത്തിയപ്പോൾ ശ്രീ ജയശങ്കർ സൂചിപ്പിച്ചതനുസരിച്ചാണെങ്കിൽ അദ്ദേഹത്തിനെതിരെ വിമർശനം വന്നില്ല. പക്ഷെ ഞാൻ ചില സ്കൂളുകളിൽ നിന്ന് കേട്ടത് അദ്ദേഹത്തിന് ചില വ്യവസായ സ്ഥാപനങ്ങളുമായിട്ട് ബന്ധമുണ്ട്, PC ജോർജിന്റെ രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ട ഏതോ ഭാരവാഹി അദ്ദേഹത്തിന്റെ ബന്ധുവാണ് എന്ന നിലക്കുള്ള ഒരു ആക്ഷേപങ്ങളെല്ലാം ചില സ്ഥലങ്ങളിൽ ഉയരുകയുണ്ടായി. അപ്പോൾ വ്യക്തിപരമായിട്ട് ആക്ഷേപം പറയുമ്പോൾ അവർ വഹിക്കുന്ന പൊസിഷന്റെ മാഹാത്മ്യം ഉയർത്തിപ്പിടിക്കാനായിട്ട് ബാധ്യതപ്പെട്ട ആളുകൾ എന്ന നിലയിൽ അവർക്ക് ഒരുപക്ഷെ പൊതുവേദിയിൽ വന്ന് പറയാൻ കഴിയില്ല. അവർ ജനങ്ങളുമായിട്ട് സംവേദിക്കുന്നത്, പൊതുസമൂഹമായിട്ട് സംവേദിക്കുന്നത് അവർക്ക് മുമ്പിലെത്തുന്ന കേസുകളിൽ അവർ വിധി പറയുമ്പോൾ ആ വിധിന്യായങ്ങളിലൂടെയാണ്. തന്റെ പ്രസംഗത്തിൽ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. ശ്രീ ആന്റണി രാജു, അങ്ങനെ ഒരു വിമർശനം കമാൽ പാഷയ്ക്കെതിരെ നിങ്ങൾ നടത്തിയോ? ഇല്ലിക്കാടൻ വിജിലൻസ് കോടതിയിൽ ഇരുന്ന് വിധി പറഞ്ഞപ്പോൾ KPCCയുടെ മുഖ്യ വക്താവ് പോലും ഗംഭീര ടൈമിംഗ് ആണ് എന്നാണ് പറഞ്ഞത്. ആ നിലയിലുള്ള പ്രതികരണമാണ് നിങ്ങൾ നടത്തിയത്. അതായത് ഒരു രാഷ്ട്രീയമായ ഇടപെടലാണ് ജസ്റ്റിസ് ഇല്ലിക്കാടൻ നടത്തിയത് എന്നായിരുന്നു KPCCയുടെ അക്കാര്യത്തിലുള്ള പ്രതികരണം. ഇപ്പോൾ അഡ്വക്കേറ്റ് ഉദയഭാനു പറഞ്ഞത് താങ്കളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാകുമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. കമാൽ പാഷയ്ക്കെതിരെ PC ജോർജിൻ്റെ കണക്ഷൻ പറയുന്നു, വ്യവസായ ശാലയുമായുള്ള ബന്ധം സൂചിപ്പിച്ച് വിമർശനങ്ങൾ ഉയർത്തുന്നു. ഇങ്ങനെ വ്യക്തിപരമായ വിമർശനങ്ങൾ ഉയർത്തുന്നത് ജഡ്ജിമാരെ കെട്ടിയിട്ട് തല്ലുന്നത് പോലെയാണ് എന്നാണ് പറയുന്നത്. അതിനോടുള്ള നിങ്ങളുടെ കേരള കോൺഗ്രസിൻ്റെ പ്രതികരണം എന്താണ്? നികേഷ്, ഇന്നിങ്ങനെ ഒരു പൊതു ചർച്ചയ്ക്ക് ഇടയാക്കിയ വിവാദപരമായ ഒരു പ്രസ്താവനയും വികാരപ്രകടനവും ജസ്റ്റിസ് കമാൽ പാഷയുടെ ഭാഗത്തുനിന്ന് ഒരിക്കലും ഉണ്ടാകാൻ പാടില്ലായിരുന്നു. കാരണം മുഖ്യമന്ത്രിയെപ്പോലുള്ളായിരിക്കുന്ന ഒരു വേദിയിൽ ആര് ഏത് കേസിൽ ഏത് ജഡ്ജിനെക്കുറിച്ച് വിവാദപരമായ അല്ലെങ്കിൽ പേഴ്സണൽ അറ്റാക്ക് നടത്തി കെട്ടിയിട്ടടിക്കുന്നത് പോലെ ആര് പറഞ്ഞു, അല്ലെങ്കിൽ ഏത് സാഹചര്യമാണ് ഏത് കേസാണ് അദ്ദേഹത്തിനെ കൊണ്ട് പറയിക്കാനത് പ്രേരണ ചെലുത്തിയത് എന്നുപോലും പറയാതെ കാടടച്ചുകൊണ്ട് നടത്തിയൊരു പ്രസ്താവനയെക്കുറിച്ച് പറയുമ്പോൾ ഇത് നമുക്കറിയാം. ജസ്റ്റിസ് കമാൽ പാഷ അടുത്ത കാലത്ത് നമുക്കറിയാം അദ്ദേഹത്തിൻ്റെ ജഡ്ജ്മെൻറ്റിലൂടെ ഒരു മന്ത്രി KM മാണി ധനകാര്യമന്ത്രി രാജിവെക്കേണ്ട സാഹചര്യം ഉണ്ടായി. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കണം, ആ ജഡ്ജ്മെന്റ് ഉണ്ടായപ്പോൾ പോലും കേരള കോൺഗ്രസ് പാർട്ടി ആ ജഡ്ജിയെക്കുറിച്ച് ഒരു അക്ഷരം ഞങ്ങൾ വിമർശിച്ചിട്ടില്ല, പരസ്യമായിട്ടോ രഹസ്യമായിട്ടോ വിമർശിച്ചിട്ടില്ല. ഞങ്ങളൊക്കെ പറഞ്ഞത് അന്ന് ഞങ്ങൾ പറഞ്ഞു ജുഡീഷ്യൽ സ്ക്രൂട്ടനിക്ക് വിധേയനാകുമ്പോൾ പോലും ജഡ്ജി ഇല്ലിക്കാടൻ്റെ ജഡ്ജ്മെന്റ് വന്നപ്പോൾ പോലും ഞങ്ങൾ ആ ജഡ്ജിയെ ഞങ്ങൾ വിമർശിച്ചിട്ടില്ല. മറിച്ച് ഞങ്ങൾ ജുഡീഷ്യറിയെ മാനിക്കുന്നു, ഞങ്ങൾ ആ ജഡ്ജ്മെന്റിനെ സ്വാഗതം ചെയ്യുന്നു, ഞങ്ങൾ ജുഡീഷ്യറിയെ ബഹുമാനിക്കുന്നു എന്നാണ് പറഞ്ഞത്. അല്ലാതെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം, കേരള കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ബാർക്കോഴ കേസുമായി ബന്ധപ്പെട്ട് ഒരു ഘട്ടത്തിലും ഞങ്ങൾ ജഡ്ജിയെ വിമർശിക്കാൻ, ജഡ്ജിയെ അറ്റാക്ക് ചെയ്യാൻ, പേഴ്സണൽ അറ്റാക്ക് നടത്താൻ ഞങ്ങൾ തയ്യാറായിട്ടില്ലെന്ന് മാത്രമല്ല, നമുക്കറിയാം ഇതിനു മുമ്പ് നമുക്ക് പല അനുഭവങ്ങളുമുണ്ട്. സ്വാശ്രയ കേസിനുമായി ബന്ധപ്പെട്ടൊരു ജഡ്ജിയെ ജസ്റ്റിസ് ബാലിയെ നാടുകടത്തിയ ആളുകളുടെ ഉണ്ട്. അതുപോലെ തന്നെ പ്രതീകാത്മകമായി കോലം കത്തിച്ച ആളുകളുണ്ട്, ശുംഭന്മാരെന്ന് വിളിച്ച് ആക്ഷേപിച്ചവരുണ്ട്. ഞാൻ ചോദിക്കട്ടെ, കേരള കോൺഗ്രസ് പാർട്ടിയുടെ ഒരു മന്ത്രി രാജിവെക്കാൻ ഇടയായപ്പോൾ ഞങ്ങൾ അങ്ങനെ എന്തെങ്കിലും ഒരു പ്രതികരണം നടത്തിയില്ല എന്ന് മാത്രമല്ല, എനിക്ക് നല്ല ഉറപ്പുണ്ട് ശ്രീ സുനിൽകുമാറിന്റെ പാർട്ടിയിൽപ്പെട്ട ഒരു മന്ത്രിയെക്കുറിച്ചാണ് അദ്ദേഹം ഒരു പരാമർശം നടത്തി രാജിവെക്കേണ്ടി വന്നതെങ്കിൽ പ്രതീകാത്മകമായ നാടുകടത്തിലും ശുംഭൻ പ്രയോഗങ്ങളും അതുപോലെ തന്നെ കോലം കത്തിക്കലുകളൊക്കെ ഈ കേരളത്തിൽ എത്രമാത്രം ഉണ്ടാവും നമുക്കറിയാം. പക്ഷെ ഞങ്ങൾ ജുഡീഷ്യറിയെ ബഹുമാനിക്കുന്നു, ഞങ്ങൾക്കൊരിക്കലും ഒരു ജഡ്ജിയെ വിഷയമില്ല, ജഡ്ജ്മെന്റിനെ വിമർശിക്കുന്ന വാദം ഇങ്ങനെ ഒരു വികാര പ്രകടനം നടത്തേണ്ട സാഹചര്യം ഉണ്ടായിരുന്നില്ല എന്ന് അത് മാനിക്കുന്നില്ലേ താങ്കളും? പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിൽ, മുഖ്യമന്ത്രി കേൾക്കാൻ വേണ്ടിയാണല്ലോ മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിൽ അത്തരത്തിലുള്ള വിമർശനങ്ങൾ ഉന്നയിക്കുന്നത്. അല്ല, ജസ്റ്റിസ് കമാൽ പാഷ നടത്തിയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് വളരെ ഉചിതമായ സ്ഥലത്ത്, ഉചിതമായ സമയത്ത്, ഉചിതമായ വേദിയിൽ വെച്ചാണ്.
ജസ്റ്റിസ് VR കൃഷ്ണയ്യരെ പോലെയുള്ള നീതിമാന്മാരായിട്ടുള്ള ഒരു ജഡ്ജിനെ പറ്റി, ഒരു മനുഷ്യനെ പറ്റി സ്മരിക്കുന്ന വേദിയിൽ, മുഖ്യമന്ത്രി ഇരിക്കുന്ന വേദിയിൽ ജസ്റ്റിസ് കമാൽ പാഷ നടത്തിയിട്ടുള്ള പരാമർശം സമൂഹം ചർച്ച ചെയ്യപ്പെടേണ്ടതാണ്. അദ്ദേഹം നടത്താൻ കാരണങ്ങളുണ്ട്. ഇവിടെ ആന്റണി രാജു പറഞ്ഞ പോലെ ഇടതുപക്ഷത്തിന്റെ ആളുകൾ ഒരു ജഡ്ജിയെ പ്രതീകാത്മകമായി നാട് കടത്തിയൊക്കെ ശരിയായിരിക്കാം. പക്ഷെ അവിടെ ഒരു കാര്യം, ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നടന്ന സംഭവങ്ങൾ എന്താണ്? ഇപ്പൊ ആന്റണി രാജു വളരെ തന്മയത്തോടുകൂടി പറയുന്ന കാര്യം എന്താ? ജസ്റ്റിസ് കമാൽ പാഷയെ പറ്റി ഞങ്ങളൊന്നും പറഞ്ഞില്ല എന്നാണ്. വിശുദ്ധനായി അദ്ദേഹം സ്വയം ചമയാണ്. അതേ സമയത്ത് തന്നെ യൂത്ത് ഫ്രണ്ട് നേതാക്കന്മാരെ കൊണ്ട് അവര് TV ചാനലിലൂടെ പറയിപ്പിച്ചു PC ജോർജിന്റെ ബന്ധുവിന്റെ ഏതോ ഒരു പാർട്ടിയിലെ നേതാവിന്റെ ബന്ധുവാണ് കമാൽ പാഷ എന്നും അദ്ദേഹത്തിന്റെ ബിസിനസ് ബന്ധത്തെ പറ്റി പോലും യൂത്ത് ഫ്രണ്ട് നേതാക്കന്മാരെ പറ്റി പറയിപ്പിച്ചത് ഇവര് അറിഞ്ഞുകൊണ്ട് തന്നെയാണെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇവർ ചെയ്യുന്ന കാര്യം എന്താണ്? KM മാണിയാണെങ്കിലും ഉമ്മൻചാണ്ടി ആണെങ്കിലും പലപ്പോഴും M ഹാസനെ കൊണ്ടോ അല്ലെങ്കിൽ പുതുശ്ശേരിയെ കൊണ്ടോ യൂത്ത് ഫ്രണ്ടുകാരെ കൊണ്ടോ യൂത്ത് കോൺഗ്രസ്സുകാരെ കൊണ്ടോ ഒക്കെയാണ് പറയിപ്പിക്കുന്നത്. ഉമ്മൻചാണ്ടി നേരിട്ട് തന്നെ അലക്സാണ്ടർ ജേക്കബിനെ പറ്റി പറഞ്ഞ എന്താണ്? അദ്ദേഹം നടത്തിയിട്ട് ഒരു കോടതി പരാമർശത്തെ പറ്റി കോൺഗ്രസ്സുകാരെല്ലാം തന്നെ ഇറങ്ങിയിട്ട് പറഞ്ഞ് ഇദ്ദേഹം LDFന്റെ കാലത്ത് പബ്ലിക് പ്രോസിക്യൂട്ടർ ആയിരുന്ന ആളാണ് എന്ന് വ്യാഖ്യാനിച്ചു. പിന്നെ അവിടെ ഇരിക്കുന്നുണ്ടല്ലോ അഡ്വക്കേറ്റ് ജയശങ്കറിന്റെ കൂടെ ജോലി ചെയ്തിരുന്ന ആളാണ്. എന്നിട്ട് അദ്ദേഹത്തിന്റെ ബെഞ്ചിന്റെ ഒരു വിധി വന്നതിന് ശേഷം പിന്നീട് ഒരു വിധി ഉണ്ടായപ്പോൾ ഉമ്മൻചാണ്ടിയോട് ചോദിച്ചു ഈ വിധിയെ പറ്റി എന്ത് പറയുന്നത്? അപ്പൊ ഉമ്മൻചാണ്ടി എടുത്ത് ചോദിക്കുകയാണ്, ഏത് ബെഞ്ചിന്റെ വിധിയാണ്? അപ്പൊ ഇന്ന ബെഞ്ചിന്റെ വിധിയാണോ? അത് ഞാൻ കാര്യമാക്കുന്നില്ല എന്നാണ് ഉമ്മൻചാണ്ടി പറയുന്നത്. എന്നിട്ട് നിയമസഭയിൽ വന്ന് ആ ജഡ്ജിമെന്റിനെയും ജഡ്ജിയെയും കോടതിയേക്കും എതിരായി ഞാൻ ഇനിയും ഇതുപോലത്തെ നിലപാടെടുക്കുമെന്ന സമീപനം സ്വീകരിച്ച ഉമ്മൻചാണ്ടിയുടെ മുമ്പിലല്ലാതെ വേറെ ആരുടെങ്കിലും മുമ്പിൽ ഇത് പറയാൻ പറ്റുന്ന കാര്യമാണോ? മുമ്പിൽ പറയാൻ കൊള്ളാവുന്ന കാര്യമാണോ? പക്ഷെ ഈ മുഖ്യമന്ത്രിയുടെ മുമ്പിൽ ഇത് പറയേണ്ടി വരും. അല്ല, ഞാൻ ചോദിക്കട്ടെ, ഇതൊക്കെ ഈ സുനിൽകുമാർ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒരു ജഡ്ജിയെ പേഴ്സണലായിട്ട് അറ്റാക്ക് നടത്തി എന്നുള്ള ഒരു വ്യാഖ്യാനത്തിന്റെ പരിധിയിലേക്ക് കൊണ്ടുവരാൻ എന്തുമാത്രം കഴിയുമെന്ന് എനിക്കറിയില്ല. അങ്ങനെയാണെങ്കിൽ ഈ രാജ്യത്ത് ഒരു കഴിയില്ല. കാരണം അലക്സാണ്ടർ തോമസിന്റെ നിരീക്ഷണങ്ങൾ വന്നപ്പോഴാണ്. അലക്സാണ്ടർ തോമസിന്റെ നിരീക്ഷണങ്ങൾ വന്നപ്പോൾ മാധ്യമപ്രവർത്തകർ സെക്രട്ടേറിയറ്റിന് മുന്നിൽ വെച്ച് മൈക്ക് വെക്കുന്നു, വിധി പരാമർശങ്ങൾ പറയുമ്പോൾ മുഖ്യമന്ത്രി തിരിച്ചു ചോദിക്കുന്നത് ഏത് ജഡ്ജിയാണ്, ഏത് ബെഞ്ചാണ് എന്നാണ്. ജഡ്ജിയുടെ പേര് പറയുന്നു. അപ്പോൾ ചിരിച്ച് പരിഹസിച്ച് പോവുകയാണ് ചെയ്യുന്നത്. ഇത് വ്യക്തിപരമായ വിമർശനത്തിൻ്റെ പരിധിയിൽ വരുന്നതല്ല എന്നാണോ ശ്രീ ആന്റണി രാജു താങ്കളുടെ വാദം? അല്ല, അതൊരു വ്യക്തിപരമായ പേഴ്സണൽ അറ്റാക്കായിട്ട് എങ്ങനെ എടുക്കാൻ കഴിയും? അതിനകത്ത് ജഡ്ജിക്കെതിരെയുള്ള ഒരു പേഴ്സണൽ അറ്റാക്ക് എവിടെയാണ്? ജസ്റ്റിസ് VK മോഹനനെ ഡിവൈഎഫ്ഐക്കാരനാക്കുന്നില്ലേ? VSന്റെ FIR റദ്ദാക്കിയ സതീഷ് ചന്ദ്രനെ സുരേഷ് ഗ്രൂപ്പിന്റെ ക്ലാസ്മേറ്റ് ആക്കിയില്ലേ? ഹാറൂണുൽ റഷീദിനെ പറയാത്തത് എന്തെങ്കിലും ബാക്കിയുണ്ടോ? ഇല്ലിക്കാടൻ വിധി പറഞ്ഞപ്പോൾ MMSN ടൈമിംഗ് ഗംഭീരമായി എന്നല്ലേ പറയുന്നത്? ആന്റണി രാജുവാണ് മറുപടി പറയേണ്ടത്. അല്ല, ഞാൻ നികേഷ്, അങ്ങനെ ഏതെങ്കിലും ജഡ്ജിയെ ഏതെങ്കിലും പാർട്ടിക്കാരൻ, അത് UDF ആകട്ടെ LDF ആകട്ടെ BJP ആകട്ടെ, നടത്തിയിട്ടുണ്ടെങ്കിൽ പേഴ്സണൽ അറ്റാക്ക് നടന്നത് ഈ ജനാധിപത്യ സംവിധാനത്തിൽ ഭൂഷണമല്ല, ശരിയല്ല. ജസ്റ്റിസ് കമാൽ പാഷ പറഞ്ഞതും അല്ലല്ല, അതാണെന്ന് ഞാൻ കരുതുന്നില്ല. കാരണം അങ്ങനെയാണെങ്കിൽ ജസ്റ്റിസ് കമാൽ പാഷയ്ക്ക് ഏത് കേസാണെന്നും ആരാണെന്നും പറയാനുള്ള ആർജവും കൂടി കാണിക്കണമെന്നോ എന്ന് മാത്രമല്ല, ജസ്റ്റിസ് കമാൽ പാഷയെ സംബന്ധിച്ചിടത്തോളം ഒരു ജഡ്ജിക്കെതിരെ പേഴ്സണൽ അറ്റാക്ക് നടത്തിയാൽ കയ്യും കാലും കെട്ടിയിട്ട് ആക്രമിക്കുന്നു എന്ന് തോന്നിയാൽ സ്വമേധയാ കേസെടുത്ത് ശിക്ഷ വിധിക്കാൻ ഉള്ള അധികാരവും അവകാശവുമുള്ള ജസ്റ്റിസാണ് ജസ്റ്റിസ് കമാൽ പാഷ. അദ്ദേഹത്തിന് ആ പൊതുവേദിയിൽ പറഞ്ഞു പോകാനുള്ള അവകാശം മാത്രമല്ല, അത് നമുക്ക് രാഷ്ട്രീയക്കാർക്ക്, മറിച്ച് ഒരു ജഡ്ജിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് അങ്ങനെ ഒരു സ്ഥിതി ഉണ്ടായാൽ പേഴ്സണൽ അറ്റാക്ക് നടത്തിയത് നിയമവിരുദ്ധമാണെന്ന് ബോധ്യപ്പെട്ടാൽ സ്വമേധയാ കേസെടുക്കാനും വിളിച്ചു വരുത്താനും ശിക്ഷിക്കാനും, ശുംഭൻ എന്ന് വിളിച്ച MV ജയരാജനെ ജയിലിലേക്ക് അയച്ചതുപോലെ അയക്കാനും അധികാരമുള്ള ഒരു അദ്ദേഹം അനുസ്മരിക്കുന്നത് ജസ്റ്റിസ് VR കൃഷ്ണയ്യരെയാണ്. ജസ്റ്റിസ് VR കൃഷ്ണയ്യരുടെ വിധിന്യായങ്ങൾ ഓരോന്നും ഓരോ പ്രബന്ധങ്ങളാണ് എന്നാണ് അദ്ദേഹം വിശദീകരിക്കുന്നത്. ഇന്ദിരാഗാന്ധിക്കെതിരായ വിധി എടുത്തു വായിക്കണം എന്നും വിധിന്യായങ്ങൾ പുറപ്പെടുവിച്ചു കഴിഞ്ഞാൽ മുന്നോട്ടോ പിന്നോട്ടോ പോകാത്ത ജസ്റ്റിസ് കൃഷ്ണയ്യരുടെ നിലപാട്, അദ്ദേഹം ആ രംഗത്ത് ഋഷി തുല്യനാണ് എന്ന് പറയുന്നതിലൂടെയാണ് ജസ്റ്റിസ് കമാൽ പാഷ ജഡ്ജിമാർക്കെതിരെ വരുന്ന വ്യക്തിപരമായ വിമർശനങ്ങളെ പ്രതിപാദിച്ച് മുന്നോട്ട് പോകുന്നത്. ഇവിടെ അഡ്വക്കേറ്റ് ഉദയഭാനു,
സമീപകാലത്ത് കെ എം മാണിക്കെതിരായ പരാമർശമാണല്ലോ, അതും കെ എം മാണി മനസാക്ഷി പരിശോധിക്കണം, അദ്ദേഹം അധികാരത്തിൽ തുടരുന്നത് ഈ കേസിനെ എങ്ങനെ ബാധിക്കും എന്ന് വരുന്ന ആ പരാമർശങ്ങളാണല്ലോ ഒരുപക്ഷെ കെ എം മാണിയെ രാജിവെപ്പിച്ചതും തുടർന്ന് ഇപ്പോൾ ഉണ്ട് എന്ന് പറയുന്ന വ്യക്തിപരമായ വിമർശനങ്ങൾ ഉണ്ടാവുകയും ചെയ്യുന്നു. തൊട്ടടുത്ത ദിവസം ഇതേ വിഷയം തന്നെ റിവ്യൂ ഹർജിയായി ജസ്റ്റിസ് കമാൽ പാഷയുടെ മുന്നിലേക്ക് വരികയാണ്. അവിടെ സുധീന്ദ്രകുമാറിൻ്റെ ബെഞ്ചിലായിരുന്നു ആദ്യം ഉണ്ടായിരുന്നത്. സുധീന്ദ്രകുമാർ ആകട്ടെ താൻ പരിഗണിക്കേണ്ടാത്ത വിഷയത്തിൽ പോലും പരാമർശം നടത്തുന്നു. ഈ കേസ് CBI അന്വേഷിക്കേണ്ടതല്ലേ എന്ന വിലയിരുത്തൽ നടത്തി അടുത്ത ദിവസത്തേക്ക് മാറ്റിവെക്കുമ്പോഴാണ് ചീഫ് ജസ്റ്റിസ് അത് ജസ്റ്റിസ് കമാൽ പാഷയുടെ ബെഞ്ചിലേക്ക്, കാരണം ജസ്റ്റിസ് കമാൽ പാഷയാണല്ലോ അത് ആദ്യം നോക്കിയിരുന്നത്, ജസ്റ്റിസ് കമാൽ പാഷയിലേക്ക് പോകുന്നു. ജസ്റ്റിസ് കമാൽ പാഷയിലേക്ക് പോയത് കൊണ്ട് ഒരുപക്ഷെ അത് വിവാദമായിട്ടുണ്ടാകില്ല. അതിനപ്പുറത്തേക്ക് സുധീന്ദ്രകുമാർ പരാമർശിക്കുന്നതിന് അപ്പുറത്തേക്ക് പരാമർശിച്ചു എന്ന് തോന്നൽ ഒരുപക്ഷെ സർക്കാർ അഭിഭാഷകർക്ക് പോലും അത് ഉണ്ടായിരുന്നു. ഇവിടെ എല്ലാം തന്നെയും ഇടപെടൽ. അവിടെയാണ് ജസ്റ്റിസ് കമാൽ പാഷ പറയുന്നത് നിങ്ങൾ ബെഞ്ച് ഹണ്ടാണ് നടത്തുന്നത് എന്ന്. ബെഞ്ച് ഹണ്ട് ഒരുപക്ഷെ നമ്മളെപ്പോലുള്ളവർ പുറത്ത് നിൽക്കുന്നവർ, കോടതിക്ക് പുറത്ത് നിൽക്കുന്നവർ പറയുന്ന വാക്കുകൾ പോലും കോടതിക്കുള്ളിൽ പറയേണ്ടി വരുന്ന ഒരു പ്രത്യേക സാഹചര്യം, പ്രത്യേകിച്ച് അധികാരവർഗത്തിൻ്റെ അഴിമതി വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു ജഡ്ജിക്കുണ്ടാകുന്നു എന്ന സാഹചര്യം നിലനിൽക്കുന്നുണ്ടോ? ശ്രീ നികേഷ്, ഇത് നമ്മുടെ ഈ സമൂഹത്തിലേറ്റ പുഴുക്കുത്തിൻ്റെ ഒരു പ്രതിഫലനം എന്ന നിലയിൽ ജഡ്ജിമാർക്ക് മുമ്പിലെത്തുമ്പോൾ തീർച്ചയായിട്ടും അവർക്ക് പ്രതികരിക്കാതിരിക്കാൻ വയ്യാത്ത ഒരവസ്ഥ വരുന്നു. അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. ഇത്തരം അഴിമതിക്കെതിരെ, ഇത്തരം നിലപാടുകൾക്കെതിരെ നിശബ്ദ നിരീക്ഷകനായി ഇനിയും നിൽക്കാൻ ഞങ്ങൾ സന്നദ്ധരല്ല. ഞങ്ങൾ ഉറച്ച പ്രഖ്യാപനം നടത്തും. അഴിമതിക്കെതിരെ ഭരണഘടനാപരമായിട്ടുള്ള നിലപാടുകൾ എടുക്കാൻ, അത് തുടച്ചു നീക്കാനായിട്ടുള്ള ബാധ്യതപ്പെട്ട ചുമതലപ്പെട്ട ആളുകളാണ് ഞങ്ങൾ എന്ന ഓർമ്മപ്പെടുത്തലുകളാണ് അവരുടെ വിധിന്യായങ്ങൾ. ശ്രീ കെ എം മാണിയുടെ കേസിലേക്ക്, അല്ലെങ്കിൽ ബാർക്കോഴ കേസിൽ ശ്രീ ജസ്റ്റിസ് കമാൽ പാഷ നടത്തിയ നിരീക്ഷണങ്ങൾ, വിധിന്യായങ്ങളിൽ ഉണ്ടായ നിരീക്ഷണങ്ങളിലേക്ക് മാത്രം ചുരുക്കി കാണേണ്ടതില്ല. ഇതിനെ സമീപകാലത്ത് ജഡ്ജിമാർക്കെതിരെ യാതൊരു തരത്തിലോ തത്വദീക്ഷയുമില്ലാതെ അറ്റാക്ക് ചെയ്യുന്ന ഒരു പ്രത്യേക വിഭാഗം നമ്മുടെ സമൂഹത്തിലാകെ ഉണ്ടാകുന്നുണ്ട്. അത് ഈ ഭരണകക്ഷിയിൽ പെട്ട ആളുകൾക്ക് അത് വളരെ കൂടുതലായിട്ടുണ്ട്. അത് നേരത്തെ ജയശങ്കർ സൂചിപ്പിച്ചതുപോലെ ശ്രീ അലക്സാണ്ടർ തോമസിനെതിരെയൊക്കെ വളരെ മ്ലേച്ഛമായ ഭാഷയിൽ നീലക്കുറുക്കൽ എന്നെല്ലാം പറയാനുള്ള ഔദ്ധത്യം ഉണ്ടാകുന്നു. അത് രാഷ്ട്രീയ നേതാക്കന്മാർക്ക്. ഇത്തരം പ്രവണതകളാണ് ഈ തികച്ചും തുടച്ചു മാറ്റപ്പെടേണ്ടത്. ഇപ്പോൾ ബെഞ്ച് കണ്ടെന്നെല്ലാം പറയുന്നത് അഭിഭാഷകരുടെ ഇടയിൽ കണ്ടുവരുന്ന ഒരു ദുഷ്പ്രവണതയെ അദ്ദേഹം പുറത്തേക്ക് കാണിച്ചതാണ്. സമൂഹത്തിലെ ഈ ദോഷപരമായിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളും നമ്മുടെ ഈ അഭിഭാഷകരുടെ ഇടയിലുണ്ട്. അതുകൊണ്ടാണ് സൗകര്യപ്രദമായിട്ടുള്ള റിവിഷൻ ഹർജി എന്ന നിലയിൽ ജസ്റ്റിസ് കമാൽ പാഷ ഒരിക്കൽ തീരുമാനമെടുത്ത അതേ വിഷയം തന്നെ മറ്റൊരു രൂപത്തിൽ ജസ്റ്റിസ് സുധീന്ദ്രകുമാറിന്റെ കോടതിയിൽ വരത്തക്ക രീതിയിൽ വന്നത്. അവിടെ അദ്ദേഹത്തിന്റെ രൂക്ഷമായിട്ടുള്ള പ്രതികരണങ്ങൾ, ഇതൊരു CBI എൻക്വയറി നടത്തേണ്ട കേസാണ് എന്ന അദ്ദേഹത്തിന്റെ നിരീക്ഷണം, ആ നിരീക്ഷണം വന്നത് ഒരുപക്ഷെ അവിടെ കേട്ടാൽ ദോഷകരമാകുമെന്ന് ഭയന്നിട്ടാകണം പിറ്റേന്ന് മറ്റൊരു ബെഞ്ചിലേക്ക് അത് മാറ്റാനായിട്ട് നിർബന്ധം. അവിടെയാണെങ്കിൽ ജസ്റ്റിസ് കമാൽ പാഷ അക്കാര്യത്തിൽ ഒരു ഉറച്ച തീരുമാനമെടുക്കുകയായിരുന്നു. ആ ഉറച്ച തീരുമാനം എന്നത് ഇത് ഞാൻ കോസ്റ്റ് സഹിതം തള്ളാൻ തീരുമാനിക്കുന്ന ഒരു ഘട്ടം എത്തുകയാണ്, നിങ്ങൾ പിൻവലിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുന്ന സ്ഥിതിയിൽ വരികയും അപ്പോൾ കേസ് ഭയന്ന് പിൻവലിച്ചു പോവുകയും ചെയ്യുന്നു. ഇവിടെ നാം കാണേണ്ട ഒരു വസ്തുത, കേസുകൾക്കനുസൃതമായി ജഡ്ജിമാരുടെ സൗകര്യത്തിനനുസരിച്ച് അവരുടെ ഒരുപക്ഷെ നിരീക്ഷണങ്ങളൊന്നും കൂടാതെ രക്ഷപ്പെട്ടു പോകാമെന്ന് കരുതി കക്ഷികൾ ഈ അഭിഭാഷകരെ ഉപയോഗിച്ച് കേസുകൾ സൗകര്യപ്രദമായ കോടതികളിലേക്ക് കൊണ്ടുവരുന്ന ഒരു തെറ്റായ പ്രവണത, ഒരു മാറ്റപ്പെടേണ്ടതായ പ്രവണത നമ്മുടെ കോടതികളിൽ നിലനിൽക്കുന്നുണ്ട്. അതിനെതിരെയാണ് ശ്രീ ജസ്റ്റിസ് കമാൽ പാഷ വളരെ ശക്തമായി ഓപ്പൺ കോടതിയിൽ ആഞ്ഞടിച്ചത്. അത് അഭിഭാഷകർ ഇങ്ങനെ ദുഷ്പ്രവണത കാണിക്കുന്ന അഭിഭാഷകർ കൂടിയുള്ള ഒരു താക്കീതായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ദുഷ്പ്രവണതകൾ ഒന്നു മാത്രമല്ല. ശ്രീ ആന്റണി രാജു, അതിനോടുകൂടി താങ്കൾ പ്രതികരിച്ച് എനിക്ക് PS ശ്രീധരൻപിള്ളയിലേക്ക് ഒരിക്കൽ കൂടി പോകേണ്ടതുണ്ട്. ഇവിടെ ഇല്ലിക്കാടൻ്റെ ബെഞ്ചിലേക്ക് വരുന്ന ഘട്ടത്തിൽ PC ജോർജ് ഇത്തരം ചർച്ചകളിൽ തന്നെ പറഞ്ഞിരുന്നത് ഹൈക്കോടതിയിൽ പോയാൽ മാണിയെ രക്ഷപ്പെടുത്താമെന്ന് ഇതിനകം തന്നെ വാഗ്ദാനം കിട്ടിയിട്ടുണ്ട്, അതുകൊണ്ട് കരുതലോടുകൂടി ഇരിക്കണമെന്നാണ്. അവിടെയാണ് ജസ്റ്റിസ് കമാൽ പാഷ പറഞ്ഞത് നിങ്ങൾ ബെഞ്ച് ഹണ്ട് നടത്തുകയാണ് എന്ന്. ഒരു കമാൽ പാഷ മാത്രമല്ല, കേരള ഹൈക്കോടതി ആകെ തന്നെയും നീതിന്യായ വ്യവസ്ഥയിൽ മാതൃകാ സ്ഥാപനമാണ് എന്നുള്ളത് മനസ്സിലാക്കാതെയാണോ കേരള കോൺഗ്രസ് എമ്മും KM മാണിയും ഇറങ്ങിത്തിരിച്ചിരിക്കുന്നത്?
അല്ല, അഡ്വക്കേറ്റ് ഉദയഭാനു സാറ് വളരെ വിഷമിച്ച് അത് വിശദീകരിക്കാൻ ശ്രമിക്കുന്നത് കാണുമ്പോൾ അദ്ദേഹത്തിന് എന്താ തുറന്നു പറഞ്ഞുകൂടാത്തത്? ബെഞ്ച് ഹണ്ടെന്ന് ഉദ്ദേശിച്ചത് എന്തിനാ? അഭിഭാഷക വൃന്ദത്തിലേക്ക് മാത്രം ഒതുക്കി ചുരുക്കുന്നത് എന്തിനാ? അങ്ങനെ അഭിഭാഷകർ മാത്രം വിചാരിച്ചാൽ ബെഞ്ച് ഹണ്ട് നടക്കുമോ? ബെഞ്ചും കൂടെ ഹണ്ടിങ്ങിന് തയ്യാറാണമല്ലോ. അപ്പോൾ അതെന്തുകൊണ്ട് അദ്ദേഹം ഉദയഭാനു സാർ തുറന്നു പറയാത്തത്? അത് പറയാൻ അദ്ദേഹം ഭയക്കുന്ന ഒരാളല്ലല്ലോ. ബെഞ്ച് ഹണ്ടെന്ന് ഉദ്ദേശിക്കുന്നത് അഭിഭാഷകരെ മാത്രം കുഴപ്പം കൊണ്ടാണ്, അല്ലെങ്കിൽ അഭിഭാഷകർ മാത്രം വിചാരിച്ചാൽ ബെഞ്ച് ഹണ്ട് നടക്കുമോ? അപ്പോൾ അങ്ങനെ ഞാൻ ചെയ്യട്ടെ, പി സി ജോർജ് പറഞ്ഞതിനെക്കുറിച്ച് ഞാനിവിടെ പറഞ്ഞു. കാരണം പി സി ജോർജ് സ്വാഭാവികമായിട്ടും പലതും പറയും. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു കാര്യം, ഇത് ബാർക്കോഴ കേസുമായി ബന്ധപ്പെടുത്തി ഇന്നത്തെ ജസ്റ്റിസ് കമാൽ പാഷയുടെ വാക്കുകളെ ബന്ധപ്പെടുത്താൻ ശ്രമിക്കുന്നത് അങ്ങേയറ്റം വേദനാജനകമാണ്, ഖേദകരമാണ്. കാരണം ബാർക്കോഴ കേസിന്റെ വിധികൾ പല സന്ദർഭങ്ങളിൽ ഉണ്ടായപ്പോൾ കേരള കോൺഗ്രസ് പാർട്ടി ഒരു ഘട്ടത്തിലും ഒരു ജഡ്ജിയെക്കുറിച്ച് ഒരു പേഴ്സണൽ കമന്റ്, ഒരു പേഴ്സണൽ അറ്റാക്ക് നടത്തിയില്ല എന്ന് മാത്രമല്ല, വളരെ മാന്യതയോടുകൂടി ജുഡീഷ്യറിയുടെ അങ്ങേറ്റത്തെ ബഹുമാന്യത നിലനിർത്തിക്കൊണ്ടാണ് ഞങ്ങളെന്നും പ്രതികരിച്ചത്. പക്ഷേ അതേസമയം ഈ ബാർക്കോഴ കേസുമായി ബന്ധപ്പെട്ടപ്പോൾ ചില ഘട്ടങ്ങളിൽ ചിലർക്ക് ഹിതകരമല്ലാത്ത വിധി ഉണ്ടായപ്പോൾ ജാതിയുടെയും മതത്തിൻ്റെയും പള്ളിയുടെയും പാതിരിമാരുടെയും പേര് പറഞ്ഞ് ആക്ഷേപം ഉന്നയിച്ചത് കേരള കോൺഗ്രസ് പാർട്ടി അല്ല. അതുകൊണ്ട് ഞങ്ങൾ ഇക്കാര്യത്തിൽ തുടക്കം മുതൽ ജുഡീഷ്യറിയുടെ സ്ക്രൂട്ടണിക്ക് വിധേയമായ ഘട്ടത്തിലും നികേഷിനറിയാം, ജുഡീഷ്യൽ സ്ക്രൂട്ടണിയെ ഞങ്ങൾ മാനിക്കുമെന്ന് പറഞ്ഞവരാണ്. ഞങ്ങൾ ഹൈക്കോടതിയിൽ പോയപ്പോഴും ഞങ്ങൾ ആ ജഡ്ജ്മെന്റിനെ സ്വാഗതം ചെയ്തുകൊണ്ട് ജുഡീഷ്യറിയുടെ ബഹുമാനത്തോടുകൂടി ജുഡീഷ്യറിയുടെ വിധി അംഗീകരിക്കുന്നു, ഞാൻ രാജിവെക്കുന്നു എന്നാണ് മാണി സാർ പറഞ്ഞത്. ഒരുപക്ഷെ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നവരെല്ലാം തന്നെയും ശ്രീ ആന്റണി രാജു, താങ്കളോ അല്ലെങ്കിൽ കേരള കോൺഗ്രസിന്റെ ഒന്നാം നിര നേതാക്കളോ ആ തരത്തിൽ വിമർശനം നടത്തിയെന്ന് പറയുന്നില്ല. പക്ഷേ രണ്ടാം നിരയെ കൊണ്ട് അത് ചെയ്യിക്കുന്നു എന്നുള്ളതാണ്. അതിനപ്പുറത്തേക്ക് ഇന്നലെ പോലും കോട്ടയത്ത് ശ്രീ കെ എം മാണി പറയുന്നു, എനിക്ക് ആ പരാമർശം നീക്കിക്കിട്ടണമെന്ന ആഗ്രഹമുണ്ട്. മന്ത്രിസഭയിലേക്ക് തിരികെ വരുന്ന കാര്യമൊന്നും എനിക്ക് ഇപ്പോൾ പറയാനാകില്ല, അതിനെക്കുറിച്ചൊന്നും ഞാൻ ഇനി ആലോചിക്കുന്നില്ല. ഈ മന്ത്രിസഭയിലേക്ക് തന്നെ തിരികെ വരുന്നത് എന്തുകൊണ്ട് ശ്രീ ആന്റണി രാജു ഇക്കാര്യത്തിൽ കെ എം മാണി ധൈര്യപൂർവ്വം അപ്പീൽ നൽകുന്നില്ല? ഈ എന്താ പറയുക, ഇടവഴികളിലൂടെയൊക്കെ എന്തിനു പോകുന്നു? ഒരു റിവ്യൂ ഹർജി, അതിനുവേണ്ടി ഒരു ബെഞ്ച് ഹണ്ട്, അവിടെ റിവ്യൂ ഹർജി കൊടുക്കുമ്പോൾ തന്നെ കിട്ടുന്നത് ഇത് CBI അന്വേഷണം തന്നെ വേണ്ടി വരുന്ന കേസാണല്ലോ എന്ന് തുടർന്ന് ചീഫ് ജസ്റ്റിസ് എടുത്ത് കമാൽ പാഷയ്ക്ക് കൊടുക്കുന്നു. കമാൽ പാഷ എടുത്തുകൊണ്ട് ഓടിക്കോ, ഇല്ലെങ്കിൽ ഞാൻ വലിയ വില അതിന് ഇടാൻ പോവുകയാണെന്ന് പറയുന്നു. എന്തിനാണിത്? നിങ്ങൾക്ക് ഇക്കാര്യം മാറ്റി കിട്ടണമെങ്കിൽ, ഈ ഒരു പരാമർശം മാറ്റി കിട്ടണമെങ്കിൽ ഉയർന്ന കോടതിയെ സമീപിച്ചുകൂടെ? ഞാൻ പറയട്ടെ നികേഷ്, ഈ ജഡ്ജി ഇല്ലിക്കാടൻ്റെ വിധി വന്നപ്പോൾ മാണി സാർ നടത്തിയ പ്രസ്താവന എന്താ? ഞങ്ങൾ ഈ വിധിയെ സ്വാഗതം ചെയ്യുന്നു. 101 പ്രാവശ്യം അന്വേഷിച്ചോട്ടെ. കേരള കോൺഗ്രസ് പാർട്ടിയെക്കുറിച്ച് ആധികാരികമായി ഔദ്യോഗികമായി ഞാൻ പറയാം, ഈ വിധിക്കെതിരെ ഒരു റിവിഷനോ ഒരു അപ്പീലോ കൊടുക്കാൻ കേരള കോൺഗ്രസ് പാർട്ടി ഒരു ഘട്ടത്തിലും ആലോചിച്ചിട്ടില്ല. ഞങ്ങളുടെ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അത്ര ഒരു തീരുമാനമെടുത്തില്ല. മറിച്ച് തുടരന്വേഷണവുമായി മുമ്പോട്ട് പോകട്ടെ, തുടരന്വേഷണം നടത്തട്ടെ എന്നുള്ളൊരു നിലപാടാണ് കേരള കോൺഗ്രസ് പാർട്ടി ഇക്കാര്യത്തിൽ. അതുകൊണ്ട് തന്നെയാണ് ഈ വിധിക്കെതിരെ ഒരു അപ്പീല് ഹൈക്കോടതിയിലേക്കോ സുപ്രീം കോടതിയിലേക്കോ ഞങ്ങളൊരു അപ്പീലോ പോകാത്തത്. അതുകൊണ്ട് തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ ശ്രീ ആന്റണി രാജു, എനിക്ക് താങ്കളിൽ തന്നെ തുടരേണ്ടി വരും. അങ്ങനെയാണെങ്കിൽ അപ്പീൽ കൊടുക്കുന്നില്ല എന്ന് തീരുമാനിച്ചിട്ട് എന്തിനാണ് പിന്നെ നിങ്ങൾ ആ വിധിന്യായത്തെ, ഞാൻ വിധിന്യായത്തെ എന്നാണ് പറയുന്നത്, അണ്ടർലൈൻ, തുടർച്ചയായി വിമർശിച്ചുകൊണ്ടിരിക്കുന്നത്? അപ്പീൽ നൽകാത്ത വിധിന്യായം നിങ്ങൾക്ക് സ്വീകാര്യമാണല്ലോ. അവിടെയാണ് കെ എം മാണി പറയുന്നത് ഇതൊരു തെരഞ്ഞെടുപ്പ് ഫണ്ട് മാത്രമാണെന്നാണ് പരാതിക്കാരൻ പോലും ഉന്നയിക്കുന്നത്. അങ്ങനെ തെരഞ്ഞെടുപ്പ് നൽകുന്നത് നിയമ പുസ്തകത്തിൽ പോലും തെറ്റാണ് എന്ന് പറഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ ആൻറ്റി ലോ ആണെന്ന് പറഞ്ഞിട്ടില്ല. എന്നിട്ടും എനിക്കെതിരെ FIR ഉണ്ടായി, അന്വേഷണങ്ങളുണ്ടായി, തുടരന്വേഷണങ്ങളുണ്ടായി. ഇതായി ഇപ്പോൾ ജനറൽ കമൻ്റ് ഉണ്ടാവുന്നു. എന്ത്? സീസറിൻ്റെ ഭാര്യ സംശയത്തിന് അതീതമായിരിക്കണം എന്ന്, ഞാൻ രാജിവെക്കുന്നു എന്ന്. ഇതിങ്ങനെ തുടർച്ചയായി അതേക്കുറിച്ച് പരാതി പറയുകയും നിങ്ങൾ അപ്പീൽ പോകാതിരിക്കുകയും ചെയ്യുന്നത് ചേർന്നു പോകുന്നുണ്ടോ? നികേഷ്, ഇത് നികേഷിനെ പോലുള്ള സമർത്ഥരായ മാധ്യമപ്രവർത്തകര് മാണി സാറിനെ എവിടെ കണ്ടാലും ചോദിക്കുന്ന ചോദ്യം ഇതിനെക്കുറിച്ചാണ്. അദ്ദേഹം വായും പൂട്ടി മിണ്ടാതെ പോയാൽ മാണി സാറിന് ഞാൻ പറയുന്നത് പ്രസംഗമാണ്. ഇന്നലെ കോട്ടയത്ത് അഭിഭാഷകർ നൽകിയ സ്വീകരണ യോഗത്തിൽ കെ എം മാണിയുടെ പ്രസംഗത്തെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. ഒരു ഭാഗത്ത് നിങ്ങൾക്ക് അപ്പീൽ പോകാൻ പേടി, മറുഭാഗത്ത് നിങ്ങൾ വിധിന്യായത്തെ നിരന്തരമായി വിമർശിച്ചു കൊണ്ടിരിക്കുന്നു. അല്ല പിന്നെ നികേഷ്, വിധിന്യായത്തിലെ ഏതെങ്കിലും തെറ്റുകളെ ഞങ്ങൾ പൊതുസമൂഹത്തിന്റെ മുമ്പിൽ പറയുന്നത് ഒരു ജഡ്ജിക്കെതിരായൊരു പേഴ്സണൽ അറ്റാക്ക് അല്ല.
കാരണം മാണി സാർ പറഞ്ഞ എന്താ, ഈ വിധി എന്നെ കൂടെ പരാമർശിച്ചപ്പോൾ എന്നെ കേട്ടിരുന്നില്ല എന്ന് ശരി, ഞാനത് അംഗീകരിക്കുന്നു. പക്ഷേ ശ്രീ ആന്റണി രാജു, ആ പരാമർശം നീക്കി കിട്ടണം എന്നുള്ളതാണ് കെ എം മാണിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം. ആ കമന്റ് നീക്കി കിട്ടുന്നതിന് വേണ്ടി, അതൊരു ജനറൽ കമന്റാണ് എന്ന കെ എം മാണിയുടെ വാദം അംഗീകരിച്ചുകൊണ്ട് അത് നീക്കി കിട്ടുന്നതിന് വേണ്ടി ഈ കേസുമായി ബന്ധപ്പെടാൻ പാടില്ലാത്ത ഒരു വിഷയമാണ് ജസ്റ്റിസ് കമാൽ പാഷ വിധിന്യായത്തിൽ എഴുതിയിരിക്കുന്നത് എന്നുള്ള നിങ്ങളുടെ പരാതി ഒരു ഹർജിയായി മേൽക്കോടതിയിൽ പോകാത്തത് എന്തേ? അല്ല, അതിനെ സംബന്ധിച്ചിടത്തോളം അത് മാണി സാർ തന്നെ പറഞ്ഞു, ഈ വിധിന്യായത്തിലെ ജുഡീഷ്യറിയെ ഞാൻ ബഹുമാനിക്കുന്നത് കൊണ്ട് ഞാൻ നമ്മളെല്ലാവരും ജുഡീഷ്യറിയെ ബഹുമാനിക്കുന്നുണ്ട് ശ്രീ ആന്റണി രാജു. പക്ഷെ നമുക്ക് സ്വീകാര്യമല്ലാത്ത ഒരു പരാമർശം ഒരു കോടതിയിൽ അത് ഈ തുടരന്വേഷണത്തിൽ ജസ്റ്റിസ് ജഡ്ജി ശ്രീ ഇല്ലിക്കാടൻ പ്രഖ്യാപിച്ചിരിക്കുന്ന തുടരന്വേഷണം ഇനിയും വൈകിക്കുന്നത് ഗുണകരമല്ല. എത്രയും പെട്ടെന്ന് അന്വേഷണം പൂർത്തിയാക്കണം എന്നുള്ള സുപ്രീം കോടതിയിലേക്ക് പോയാൽ, വീണ്ടും ഈ ഫയലുകളെല്ലാം സുപ്രീം കോടതിയിലേക്ക് പോയാൽ മാസങ്ങളോളം, ചിലപ്പോൾ വർഷങ്ങളോളം അവിടെ കിടക്കും. ഇത് എത്രയും പെട്ടെന്ന് അന്വേഷണം പൂർത്തിയാകട്ടെ എന്നുള്ളത് കൊണ്ടാണ് ഞങ്ങൾ ഇതിനെതിരെ ഒരു അപ്പീലുമായി ഞങ്ങൾ പോകാത്തത്. ഇപ്പോൾ വായി തോന്നിയതാണോ എന്ന് എനിക്കറിയില്ല. എന്തായാലും ശ്രീ ആന്റണി രാജു അത്രയും പറഞ്ഞിരിക്കുന്നു. ദയവായി തുടരുക. ഇവിടെ ശ്രീ പി എസ് ശ്രീധരൻപിള്ള അതിനപ്പുറത്തേക്ക് കടന്നുകൊണ്ട് എനിക്ക് പരിചയമുള്ള ഒരാളുടെ കേസാണ് എൻ്റെ മുന്നിൽ വരുന്നത് എങ്കിൽ തന്നെയും ഞാനത് പരിഗണിക്കും എന്നാണ് ജസ്റ്റിസ് കമാൽ പാഷ പറയുന്നത്. അതല്ലാതെ എനിക്കറിയുന്നയാളാണ്, അതുകൊണ്ട് ഞാൻ മാറ്റിവെക്കുന്നു എന്നൊന്നും പറയില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം ഫിയർ ഓർ ഫേവർ, ആ സത്യപ്രതിജ്ഞ എല്ലാം ഞാൻ ഉൾക്കൊള്ളുന്നത് കൊണ്ട് തന്നെ ആ കേസ് ഞാൻ പരിഗണിക്കുമെന്നാണ്. ഒരു പുതിയ, നേരത്തെ പറഞ്ഞതുപോലെ ജസ്റ്റിസ് വി ആർ കൃഷ്ണയ്യർ മലയാളിക്കും ഇന്ത്യൻ ജുഡീഷ്യറിക്കും തന്നെ അഭിമാനം നൽകിയ ഒരു വ്യക്തിത്വത്തെ അനുസ്മരിക്കുന്നതിന് വേണ്ടിയാണ് ജസ്റ്റിസ് കമാൽ പാഷ തൻ്റെ പ്രസംഗം ഉപയോഗിച്ചത്. നമുക്കറിയാം കേരളത്തിലെ ഹൈക്കോടതിയും കീഴ്ക്കോടതികളും എല്ലാം തന്നെയും മാതൃകാപരമായി പ്രവർത്തിക്കുന്നതാണ്. ആ ഒരു കുലത്തിൽ തനിക്ക് മുന്നോട്ട് പോകാൻ കഴിയുന്നു എന്നുള്ളതാണ് എൻ്റെ ജന്മം കൊണ്ടുള്ള എൻ്റെ ഭാഗ്യം എന്നാണ് ജസ്റ്റിസ് കമാൽ പാഷ പറയുന്നത്. ആ പൂർണ്ണമായ ഉൾക്കൊള്ളൽ യഥാർത്ഥത്തിൽ കമാൽ പാഷയുടെ ഇന്നത്തെ പ്രസംഗത്തിലും ഇന്നത്തെ വാദത്തിലുമുണ്ടോ? ജഡ്ജിമാരും മനുഷ്യരാണ് എന്ന് അദ്ദേഹം പറഞ്ഞു. അതുകൊണ്ട് ജഡ്ജിമാർ മനുഷ്യരാകുമ്പോൾ മനുഷ്യസഹജമായ അഭിപ്രായ പ്രകടനം ഉണ്ടാവും, മനുഷ്യ സഹജമായ വീഴ്ചകൾ ഉണ്ടായേക്കാം. ഇതിനെയെല്ലാം സഹിഷ്ണുതയോടെ കാണുന്ന ഒരു സമൂഹം ഉണ്ടാകണം. അവിടെ നികേഷ്, ഞാൻ പറയുന്നത് നികേഷ് എങ്ങനെ സ്വീകരിക്കുമെന്ന് എനിക്കറിയില്ല. കേരളം ഇന്ത്യയിൽ നിന്ന് അതിൽ വ്യത്യസ്തമാണ്. കേരളത്തിൽ 57-ലെ മുഖ്യമന്ത്രി കണ്ടംപ്റ്റ് ഓഫ് കോർട്ടിന് ട്രയൽ നേരിടേണ്ടി വന്നു. 67-ലെ കേരളത്തിലെ മുഖ്യമന്ത്രി അതിൻ്റെ ട്രയൽ നേരിടേണ്ടി വന്നിട്ട് പിഴയടച്ചയാളാണ്. ഇപ്പോഴത്തെ CPM-ൻ്റെ സംസ്ഥാന സെക്രട്ടറി ഹൈക്കോടതിയിൽ പിഴ ഒടുക്കിയയാളാണ്. അതേപോലെ AKG സുപ്രീം കോടതി വരെ പോകേണ്ടി വന്നയാളാണ്. പി ഗോവിന്ദപിള്ള ശാസനയ്ക്ക് വിധേയമായ ആളാണ്. ഇങ്ങനെ നോക്കുന്ന അവസരത്തിൽ ഇതൊരു ജീവിതവ്രതം പോലെ സ്വീകരിച്ചുകൊണ്ട് ജുഡീഷ്യറിയെ ആ നിലക്ക് അറ്റാക്ക് ചെയ്യുന്ന ഒരു സംസ്ഥാനമാണ്. അതാണ് ആന്റണി രാജു നേരത്തെ പറഞ്ഞതുപോലെ പ്രതീകാത്മമായ നാട് കടത്തുന്നു. അതൊക്കെ ഒരു പ്രശ്നങ്ങളോട് ബന്ധപ്പെട്ടാണ്. അപ്പോൾ ഭീതിപ്പെടുത്തി, ഭീതിയുടെ അന്തരീക്ഷം സംഘടിതമായ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ ആ സംഘടിത ശക്തി കൊണ്ട് അപ്പോൾ നിസ്സഹായരാവുകയാണ് ജഡ്ജിമാർ ചെയ്യുന്നത്. ഇപ്പോൾ ജസ്റ്റിസ് പാഷ അദ്ദേഹം കുറച്ച് ധൈര്യം കാണിച്ചിട്ട് ധൈര്യമുള്ള ആളാണെന്ന് അദ്ദേഹത്തിൻ്റെ പ്രവൃത്തികളെ കൊണ്ടും പ്രസംഗം കൊണ്ടും നമ്മൾ മനസ്സിലാകുന്നു. എല്ലാവരും അങ്ങനെ ആയിക്കോണമെന്നില്ല. അതുകൊണ്ട് ഇന്ത്യ രാജ്യത്ത് മറ്റ് സംസ്ഥാനം ഏത് വേണം നിങ്ങൾ എടുത്തോളൂ. അയോധ്യയിൽ ഞങ്ങളുടെ ഒരു മുഖ്യമന്ത്രിയെ പിടിച്ച് കണ്ടംപ്റ്റ് ഓഫ് കോർട്ടിന് ഇട്ടു. ആരെങ്കിലും ജഡ്ജിമാരെ വിമർശിച്ചോ? ഞങ്ങളുടെ ഒരു മന്ത്രിസഭ കർണാടകത്തിൽ നഷ്ടപ്പെട്ടു. ഹെഗ്ഡെയെ സംബന്ധിച്ച് നല്ല ജഡ്ജ്മെൻ്റ് എന്നല്ലേ പറഞ്ഞത്. ഇത് ഇന്ത്യയിലെ കോൺഗ്രസ് പാർട്ടിക്കും എല്ലാം ഇന്ത്യയിലുള്ള സ്ഥിതി അതാണ്. പക്ഷേ കേരളം അങ്ങനെയല്ല. അതുകൊണ്ട് കേരളത്തിൽ ഈ ഒരു പശ്ചാത്തലം ഉണ്ടാക്കിയ ആൾക്കാർ ആത്മപരിശോധനയ്ക്ക് വിധേയമാക്കണമെന്നുള്ളതാണ് എൻ്റെ ഒരഭിപ്രായം. രണ്ടാമത്തെ കാര്യം, ഇത് തിരിച്ചു പറയാൻ അവർക്ക് അവസരമില്ലാത്തിടത്തോളം കാലം സമൂഹം അത് ഏറ്റെടുക്കണം, മീഡിയ ഏറ്റെടുക്കണം. അതൊരിക്കലും ഉണ്ടാവാറില്ല. അന്നന്നത്തെ വിവാദങ്ങൾ അപവാദങ്ങൾക്കും അനുസരിച്ച് ചർച്ച നടക്കുകയാണ്. ഇപ്പോൾ KM മാണിയുടെ കേസിനെ സംബന്ധിച്ച് പോലും വരുന്ന
വരുന്ന അവസരത്തിൽ നമ്മൾ അതിനെ സംബന്ധിച്ച് കെ.എം. മാണിയുടെ കേസിന് എന്തിനാ ഹൈക്കോടതി പോകാനിടയായത്? കെ.എം. മാണിയെ താഴെ ഈ നിലയ്ക്ക് ഞാനൊരു പ്രധാനപ്പെട്ട ഒരു സമുദായത്തിൻ്റെ നേതാവ് ഈ അടുത്ത കാലത്ത് ഒരു റിട്ട് കൊടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം എന്നോട് അഭിപ്രായം പറഞ്ഞു. ഞാൻ ഒരിക്കലും കൊടുക്കരുത്, കൊടുത്താൽ ഒരു അഡ്വൈസായി കോടതിയിൽ നിന്ന് വന്നാൽ അങ്ങയെ സംബന്ധിച്ച് ദോഷമാകും. അദ്ദേഹം അത് ഉപേക്ഷിച്ച് ഏറ്റവും വിവാദ നായകനായിട്ട് ഇപ്പം നിൽക്കുന്ന സാമുദായിക നേതാവ് ഒരു ഇഷ്യൂവിനെ സംബന്ധിച്ച്. അപ്പോൾ അത്തരത്തിൽ നമ്മൾ ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. ഇവിടെ മാണി സാറിനെ കൊണ്ട് കൊടുക്കുകയായിരുന്നു ചെയ്തത്. ഞാൻ മാണി സാറിനോട് സഹതാപമുള്ള ആളല്ല. ആ ഇഷ്യൂ അദ്ദേഹം രാജിവെച്ചതിനെ സ്വാഗതം ചെയ്യുന്നതാണ്. ഇവിടെ ഈ അപ്പീല് സ്റ്റേറ്റ് ഓഫ് കേരള കൊടുത്തത് എന്താ നികേഷ്, സംശയമുണ്ടെന്ന് തുടരുക. അല്ല, എന്താ സംശയം? എന്താ നികേഷ്? അല്ല, അത് സഹതാപം ഉണ്ടായി കഴിഞ്ഞാൽ സഹതാപം നികേഷിന് അറിയാമല്ലോ. നികേഷിന് ഏറ്റവും കൂടുതൽ അറിയാവുന്ന ആളാണല്ലോ. സഹതാപത്തിൻ്റെ പ്രശ്നമൊന്നുമല്ല. ഇവിടെ ഉള്ള പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കേരള മന്ത്രിസഭ കെ.എം. മാണിയെ കൊണ്ടുപോയി ഈ അപ്പീൽ കൊടുത്തത് അദ്ദേഹത്തെ താഴെ ഇറക്കാൻ വേണ്ടിയാണ്. അതാണ് എൻ്റെ രാഷ്ട്രീയ വശം. ആ രാഷ്ട്രീയ വശം, ആ മാണി സാറിൻ്റെ പ്രശ്നം ആരാ കൊണ്ടുവന്നത് കേരളത്തിൽ? ആ കൊണ്ടുവന്നത് ആരാണെന്നുള്ള അദ്ദേഹത്തിന് അറിയാം. അദ്ദേഹം അത് പറയുന്നില്ലല്ലോ. ഞാൻ പറയുന്നില്ല എന്നാണ് പറയുന്നത്. അതുകൊണ്ട് കേരള രാഷ്ട്രീയത്തെ സംബന്ധിച്ചിടത്തോളം അകത്തു നിന്നാണ് അദ്ദേഹത്തിന് ഈ അട്ടിമറി ഉണ്ടായിട്ടുള്ളത്. അത് ഹൈക്കോടതിയിലെ കേസായാലും ശരി, ആദ്യത്തെ പരാതി ആയാലും ശരി, ഈ സത്യം ഇന്നല്ലേ നാളെ പുറത്തു വരും. അതുകൊണ്ട് കെ.എം. മാണിയും അദ്ദേഹത്തിൻ്റെ ആളുകളും അത് മനസ്സിലാക്കാൻ ശ്രമിക്കട്ടെ. തുടരുക. ശ്രീ ആന്റണി രാജു, എനിക്ക് ജയശങ്കറിലേക്ക് പോകേണ്ടതുണ്ട്. പക്ഷേ പി.എസ്. ശ്രീധരൻപിള്ള പറഞ്ഞത് താങ്കൾക്ക് പ്രതികരിക്കാതെ മുന്നോട്ട് പോകാൻ ഒന്ന് ഗൂഢാലോചന ആരാണെന്ന് മാണിക്കറിയാം. നിങ്ങളത് അന്വേഷിക്കുകയോ അന്വേഷിച്ച് പൂർത്തിയാക്കുകയോ ചെയ്തിട്ടുണ്ട്. FIR പോലും ഇടേണ്ടാത്ത കേസാണ് എന്നാണ് കെ.എം. മാണി ഇപ്പോഴും വിശ്വസിക്കുന്നത്. FIR ഇട്ടു. ഇപ്പോൾ അപ്പീൽ കൊടുത്ത് മാണി സാറിനെ തുലച്ചതും നിങ്ങൾ തന്നെയാണോ, അല്ലെങ്കിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്നവർ തന്നെയാണോ? എൻ്റെ നികേഷ്, ഇതൊക്കെ നമ്മൾ ഒരുപാട് ചർച്ച ചെയ്തതല്ലേ? കഴിഞ്ഞ ഒക്ടോബർ 31 രാത്രി മുതൽ ഏതാണ്ട് ഒരു വർഷം നമ്മൾ ചർച്ച ചെയ്തതാണല്ലോ. ഇനിയും പോകണം, മുമ്പോട്ട് പോകാം. നമുക്ക് ഇപ്പം ചർച്ച വേറെ വിഷയമാണല്ലോ. നമ്മൾ അവിടെ നമുക്ക് നിൽക്കാം. ഇവിടെ നേരത്തെ ഞാൻ പി.എസ്. ശ്രീധരൻപിള്ളയോട് ചോദിച്ചു. രണ്ട് കാര്യങ്ങളാണ് ഇന്ന് ജസ്റ്റിസ് കമാൽ പാഷ പറഞ്ഞത്. ഒന്ന്, നേരത്തെ പറഞ്ഞ കെട്ടിയിട്ട് തല്ലലാണ്. രണ്ടാമത്തേത്, പരിചയക്കാരനായതുകൊണ്ട് ഞാൻ കേസ് നോക്കാതിരിക്കാറില്ല. വിത്തൗട്ട് ഫേവർ ആൻഡ് ഫിയർ, അഫെക്ഷൻ ഓർ ഇൽവിൽ, സത്യപ്രതിജ്ഞയ്ക്ക് വിരുദ്ധമായ ഒന്നും ചെയ്യാറില്ല എന്നാണ്. എനിക്ക് ആരെയും പേടിയില്ല. അവോയ്ഡ് ചെയ്താൽ അത് നിയമവിരുദ്ധമാകുമെന്നാണ്. അല്ല, അത് അദ്ദേഹം പറഞ്ഞപ്പോൾ ഇതിന് സത്യത്തിൽ ഇത് പല തലങ്ങളുണ്ട്. ഇപ്പോൾ ഏറ്റവും ഒരു അടുത്ത കാലത്തുണ്ടായ ഉദാഹരണം പിണറായി വിജയനെതിരായിട്ട് CBI കൊടുത്ത റിവിഷൻ പെറ്റീഷനാണ്. സ്പെഷ്യൽ കോടതി അദ്ദേഹത്തെ കുറ്റവിമുക്തനാക്കി. CBI കോടതി തിരുവനന്തപുരത്ത്. അതിനെതിരായിട്ട് CBIക്കാർ ഹൈക്കോടതിയിൽ റിവിഷൻ കൊടുത്തപ്പോൾ കേരള ഹൈക്കോടതിയിലെ ജഡ്ജിമാർ ഒന്നൊന്നായിട്ട് ഇത് ഏത് ബെഞ്ചിൽ വന്നാലും അവർ അവോയ്ഡ് ചെയ്യും. അപ്പോൾ ഇതിൽ ഒരു കാരണവശാലും അവോയ്ഡ് ചെയ്യാൻ ഒരു സാധ്യത തോന്നാത്ത ഒരു ജഡ്ജി അവോയ്ഡ് ചെയ്തതിനെക്കുറിച്ച് ഞാൻ ഇതുപോലെ ഒരു പരാമർശം നടത്തി. പിന്നെ ഒരു ദിവസം അദ്ദേഹത്തെ കണ്ടപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, ഞാൻ പണ്ട് കോൺഗ്രസിൻ്റെ ബ്ലോക്ക് പ്രസിഡൻ്റായിരുന്ന ആളാണ്, എത്രയോ കൊല്ലങ്ങൾക്ക് മുമ്പ്, അതുകൊണ്ടാണ് അവോയ്ഡ് ചെയ്തത്. ഇപ്പം ഞാനിതെങ്ങനെ അഡ്മിറ്റ് ചെയ്താൽ ഇനി അത് ചീത്തപ്പേരാവും എന്ന് തോന്നിയതുകൊണ്ടാണ്. അദ്ദേഹം ഇപ്പോൾ ഇല്ല, റിട്ടയർ ചെയ്ത് പോയി. ഞാൻ പറഞ്ഞ ആ രീതിയിൽ ജഡ്ജിമാർ ഇതിനെയൊക്കെ ഭയപ്പെടുന്നുണ്ട്. നാളെ ഇപ്പോൾ ഒരു അപ്പീൽ സ്വീകരിച്ചാൽ അല്ലെങ്കിൽ ഒരു കേസ് തള്ളിയാൽ നാളെ ഇതുപോലെ വിവാദ പുരുഷനാകുമോ, ഈ യൂത്ത് കോൺഗ്രസ്സുകാർ അല്ലെങ്കിൽ DYFIക്കാർ അവരുടെ പഠിക്കൽ സമരം നടത്തുമോ? അല്ല, ഞാൻ പറഞ്ഞത് അങ്ങനെ ഒരു ഭയം ജഡ്ജിമാരുടെ. ഞാൻ വേറൊരു സംഭവം പറയാം. ഈ കരുണാകരൻ്റെ കേരള ഹൈക്കോടതിയിലെ ജസ്റ്റിസ് സുബ്രഹ്മണ്യം പോറ്റിയുടെ ജഡ്ജിമെൻ്റ് അടിസ്ഥാനത്തിലുള്ള രാജിവെക്കുന്നുണ്ട്. സുബ്രഹ്മണ്യം പോറ്റി മാർക്സിസ്റ്റ് അനുഭവമുള്ള ആളാണ്, വളരെ പ്രകടമായിട്ട് അനുഭവമുള്ള ആളായിരുന്നു. അദ്ദേഹം ജഡ്ജി സ്ഥാനം കഴിഞ്ഞതിന് ശേഷം ഇടതുമുന്നണിയുടെ സ്ഥാനാർത്ഥിയായിട്ട് പാർലമെൻറ്റിലേക്ക് മത്സരിക്കുക വരെ ചെയ്തിട്ടുണ്ട്. പക്ഷേ കരുണാകരൻ ഒരിക്കലും ജസ്റ്റിസ് പോറ്റിയെക്കുറിച്ച് ഒരു എതിരഭിപ്രായം അദ്ദേഹം പറഞ്ഞിട്ടില്ല. അന്നത്തെ കാലത്ത് ഒരു കോൺഗ്രസ്സുകാരും പറഞ്ഞില്ല. മുസ്തഫയെ കൊണ്ട് പോലും പറയിപ്പിച്ചിട്ടില്ല. പറയിപ്പിക്കാമായിരുന്നു വേണമെങ്കിൽ, ഇല്ലേ? പറയിപ്പിച്ചിട്ടില്ല. ഇന്ദിരാഗാന്ധി അവരുടെ തെരഞ്ഞെടുപ്പ് അസ്ഥിരപ്പെടുത്തിയ ജഗ്മോഹൻ സിംഗ് ഡാൽമിയ എന്ന് പറഞ്ഞ ജഡ്ജിയെക്കുറിച്ച്, അല്ല സിൻഹയെക്കുറിച്ച് ഒരു അക്ഷരം പറഞ്ഞിട്ടില്ല, പറയിച്ചിട്ടില്ല. ആരും ഇന്ന് വരെ പറഞ്ഞിട്ടില്ല ആ ജഡ്ജി വേറെ എന്തെങ്കിലും വ്യക്തിപരമായ താല്പര്യം വെച്ച് ഇന്ദിരാഗാന്ധിക്ക് എതിരായിട്ട് വിധിച്ചത്. കേരളത്തിലാണോ ഇത്? കേരളത്തിൽ പോലും ഉണ്ടായിരുന്നില്ല. ഇത് എൻ്റെ ഓർമ്മയിൽ ആദ്യത്തെ സംഭവം ഏതെന്ന് പറയാം. ഇപ്പോൾ CPMകാരും ഇല്ല, ഉദയഭാനു മാത്രമേ ആ കൂട്ടത്തിലെ എന്തെങ്കിലും ഉള്ളൂ. ഏറ്റവും വളരെ മനോഹരമായ ഉദാഹരണം ഞാൻ പറയാം. KG ബാലകൃഷ്ണനെതിരായിട്ടാണ് ഭരതൻ്റെ തെരഞ്ഞെടുപ്പ് അസ്ഥിരപ്പെടുത്തിയപ്പോൾ. ഓർമ്മയുണ്ടാവും, സുധാകരൻ ഭരതനും തമ്മിലുള്ള പ്രമാദമായ കേസിൽ എടക്കാട് അത് തെരഞ്ഞെടുപ്പ് അസ്ഥിരപ്പെടുത്തിയപ്പോൾ KG ബാലകൃഷ്ണനെതിരായിട്ട് ദേശാഭിമാനി പത്രം, അന്ന് ചാനലുകൾ വന്നിട്ടില്ല, ദേശാഭിമാനി ഇദ്ദേഹത്തിനെതിരെ വലിയ പ്രചരണം നടത്തി. ദേശാഭിമാനിൽ അവിടെ ആരും ശ്രദ്ധിച്ചില്ല. KG ബാലകൃഷ്ണൻ വ്യക്തിപരം കോൺഗ്രസ് ചായ്വുള്ള ആളാണ്, കരുണാകരൻ്റെ താല്പര്യപ്രകാരമാണ് ഇദ്ദേഹത്തിൻ്റെ തെരഞ്ഞെടുപ്പ് അസ്ഥിരപ്പെടുത്തിയതിൽ വലിയ പ്രചരണം. അത് കഴിഞ്ഞ് എന്ത് പറ്റിയെന്നറിയോ? ഭരതൻ
CPM-കാർക്ക് അനഭിമതനായി അദ്ദേഹം പാർട്ടിക്ക് പുറത്തായപ്പോൾ KG ബാലകൃഷ്ണനെ CPM-കാരെടുത്ത് ഒക്കത്ത് വെച്ചു. KG ബാലകൃഷ്ണനെതിരെ അതീവ ഗുരുതരമായ ആരോപണമുണ്ടായി. ഞാനടക്കമുള്ള ആൾക്കാർ അദ്ദേഹം മനുഷ്യാവകാശ കമ്മീഷൻ രാജിവെക്കണമെന്ന് പറഞ്ഞ സമയത്തും CPM, ദേശാഭിമാനി, പിണറായി വിജയൻ, അവരുടെ ഓൾ ഇന്ത്യ ലോയേഴ്സ് യൂണിയൻ, ഇവരാരും ഇന്ന ദിവസം വരെ KG ബാലകൃഷ്ണനെ കുറിച്ച് ഒരു അക്ഷരം മിണ്ടിയിട്ടില്ല. KG ബാലകൃഷ്ണൻ രാജിവെക്കണമെന്ന് ആവശ്യപ്പെടാത്ത ലോകത്തെ ഏക അഭിഭാഷക സംഘടന ഓൾ ഇന്ത്യ ലോയേഴ്സ് യൂണിയനാണ്, CPM ആണ്, പിണറായി വിജയനാണ്. എന്താ പറയാത്തത്? എനിക്കറിയില്ല. അവർക്ക് മാത്രം അറിയുന്ന ഒരു രഹസ്യം അതിനകത്തുണ്ട്. KG ബാലകൃഷ്ണൻ ഒരു കാലത്ത് CPM-കാരനായിരുന്നില്ല, CPM അനുഭാവിയായിരുന്നില്ല, അതിനോട് ഒരു വിധത്തിലും താല്പര്യമുള്ള ആളായിരുന്നില്ല. പക്ഷേ ഇന്ന ദിവസം വരെ പ്രതികരിച്ചിട്ടില്ല. എനിക്കറിയില്ല അതിൻ്റെ കാരണം. ഇനി കഴിഞ്ഞില്ല. ഇനി ഒരു തമാശ കൂടി പറഞ്ഞാൽ ഇത് പൂർത്തിയുള്ളൂ. കഴിഞ്ഞ ദിവസം ഓൾ ഇന്ത്യ ലോയേഴ്സ് യൂണിയൻകാർ നമ്മുടെ ജസ്റ്റിസ് കഡ്ജുവിനെ ക്ഷണിച്ചു കൊടുത്തു. കഡ്ജു ഓൾ ഇന്ത്യ ലോയേഴ്സ് യൂണിയൻ്റെ വേദിയിൽ വെച്ചിട്ട് KG ബാലകൃഷ്ണൻ ഭയങ്കര അഴിമതിക്കാരനാണെന്ന് പ്രസംഗിച്ചു. ഇവിടെയുള്ള CPM-കാരൊക്കെ അത് കേട്ട് ഇങ്ങനെ പകച്ച് വെടികൊണ്ട പോലെ ഇരുന്നു. ഇതൊക്കെ ഇവിടെ നാട്ടിൽ നടന്ന കാര്യങ്ങളാണ്. ഒരു പക്ഷേ അവിടെ നിന്നാണ് ഈ വിമർശനങ്ങളുടെ ആരംഭം. തുടരുക. അഡ്വക്കേറ്റ് ഉദയഭാനു, ഇപ്പോൾ ജസ്റ്റിസ് കമാൽ പാഷ പറയുന്നു, ഞങ്ങളെ വ്യക്തിപരമായി വിമർശിക്കുന്നത് ഞങ്ങൾക്ക് വലിയ വേദന ഉണ്ടാക്കുന്നു, കെട്ടിയിട്ട് അടിക്കുന്നത് പോലെയാണ്, ഇഫ് യു പ്രിക്ക് മീ വി വിൽ ഓൾസോ ബ്ലീഡ് എന്നൊക്കെ പറഞ്ഞു. അതൊക്കെ ശരി, അംഗീകരിക്കുന്നു. ഞാൻ ചോദിക്കട്ടെ സത്യസന്ധമായി, നിങ്ങൾ അഭിഭാഷകർ, ഞങ്ങൾ മാധ്യമപ്രവർത്തകർ, ഒരു കേസ് ഒരു കോടതിയിൽ വരുമ്പോൾ ഏതാണ് ബെഞ്ച് ഏതാണ് ജഡ്ജി എന്ന് നോക്കാറില്ലേ? അത് അങ്ങനെ ഒരു പ്രവണത ഉണ്ടായതിൻ്റെ ഉത്തരവാദിത്വം ജഡ്ജിമാർക്ക് തന്നെയല്ലേ? ശ്രീ നികേഷ്, ഒരു സ്വയം വിമർശനപരമായി അത് പരിശോധിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത്തരമൊരവസ്ഥ ഉണ്ടായതിൽ ഒരു പറ്റം അഭിഭാഷകർ മാത്രമല്ല ചില ജഡ്ജിമാർക്കും അതിൽ പങ്കാളിത്തം ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു ജാമ്യാപേക്ഷ വരികയാണെന്നിരിക്കട്ടെ. ജാമ്യാപേക്ഷകൾ സ്ഥിരമായി തള്ളുക മാത്രം ചെയ്യുന്ന ചില പ്രവണത ചില ജഡ്ജിമാരിരുന്ന കാലത്തൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അത് മറ്റൊരു രൂപത്തിൽ ക്രിമിനൽ പലവകയായിട്ട് കൊടുത്ത് അവിടെ ഒരു സ്റ്റേ കിട്ടാൻ, അന്വേഷണത്തിൽ കിട്ടാൻ പറ്റുമോ എന്നൊക്കെ അഭിഭാഷകർ നോക്കും. അത് പല സാധ്യതകൾ എക്സ്പ്ലോർ ചെയ്യുന്നതാണ്. അത് തീർച്ചയായിട്ടും അഭിഭാഷകന്റെ ജോലിയിൽ ബുദ്ധിപരമായിട്ടുള്ള കൈകാര്യം ചെയ്യുന്നതിൻ്റെ അടിസ്ഥാനപരമായിട്ട് അത് ചെയ്യും. പക്ഷെ അതൊന്നും അത് നേരത്തെ ഞാൻ പറഞ്ഞ സദാചാര വിരുദ്ധമായ തൊഴിൽപരമായിട്ടുള്ള സദാചാര വിരുദ്ധമായിട്ടുള്ള ദുഷ്പ്രവണതകളിൽ പെട്ട കാര്യങ്ങളാണെങ്കിൽ തന്നെയും ഒരു കക്ഷിക്ക് നീതി കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള പ്രതിജ്ഞാബദ്ധമായിട്ട് നിൽക്കുന്ന ഒരു ഘട്ടത്തിൽ ഒരു പക്ഷെ ചെയ്യാം. പക്ഷെ അതെല്ലാം നമ്മുടെ മറ്റ് പല സംസ്ഥാനങ്ങളിലും കോടതികളിൽ നിലവിൽ നിൽക്കുന്നുണ്ട്. വളരെ ചെറിയ തോതിലാണെങ്കിലും നമ്മുടെ കോടതികളിലൊക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം അവസാനിപ്പിക്കേണ്ട പ്രവണതകളാണ്. ഇത് തീർച്ചയായിട്ടും ഇത്തരം വിമർശനാത്മകമായിട്ടുള്ള സമീപനങ്ങൾ ഇതിൻ്റെ ഒരു ഇന്നർ മെക്കാനിസം എന്നതിൽ അഭിഭാഷകരും അതുപോലെ തന്നെ ജുഡീഷ്യറിയിൽ സജീവമായിട്ട് നിൽക്കുന്ന ആളുകളും പരസ്പരം ആത്മപരിശോധന നടത്തേണ്ട ഒരു ഘട്ടം കൂടിയാണ്. ശ്രീ കമാൽ പാഷ എന്ന് ഉദ്ദേശിച്ചതിൽ പ്രധാനപ്പെട്ടത് എനിക്ക് തോന്നുന്നത് അദ്ദേഹത്തെ വ്യക്തിപരമായിട്ട് വിമർശിക്കുക, അല്ലെങ്കിൽ അദ്ദേഹത്തെ പോലുള്ള മറ്റൊരു ജഡ്ജിനെ വ്യക്തിപരമായിട്ട് ഒരു വിധിന്യായത്തിൻ്റെ പേരിൽ ഇതുപോലെ ചാനലിൽ വന്നിരുന്നോ പത്രത്തിലോ വന്നിരുന്നോ വിമർശിക്കുമ്പോൾ താൻ ഉദ്ദേശിച്ചത് എന്താണ് എന്ന് മറുപടി പറയാനായിട്ട് സാധ്യതയില്ലാതെ പോകുന്ന ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ളൊരു സാഹചര്യം വരുന്നുണ്ട്. കാരണം ജഡ്ജിമാരെ സംബന്ധിച്ചിടത്തോളം താങ്കൾ ഉദ്ദേശിക്കുന്ന അർത്ഥം മനസ്സിലാവുന്നു. തുടരുക. ശ്രീ വി എസ് സുനിൽകുമാർ, ഇത് ഇപ്പോൾ ഭരിക്കുന്ന സർക്കാരിനെതിരായ കുറ്റപ്പെടുത്തൽ മാത്രമായി കാണേണ്ടതില്ല, പകരം എല്ലാ രാഷ്ട്രീയക്കാരും മിനിമം പുലർത്തേണ്ട മര്യാദയാണ്. തീർച്ചയായിട്ടും അക്കാര്യത്തിൽ ഏതെങ്കിലും ഗവൺമെന്റിനെതിരെയാണെന്ന് മാത്രം ഞാൻ പറയുന്നില്ല. പക്ഷേ ഗവൺമെന്റിലെ മന്ത്രിമാരായിരിക്കുന്ന ആളുകൾ സത്യപ്രതിജ്ഞ ചെയ്ത് കമാൽ പാഷയെ പോലെ തന്നെ അധികാരത്തിൽ വന്നവരാണ്. അപ്പോൾ ജസ്റ്റിസ് കമാൽ പാഷ പറയുന്ന എല്ലാ തത്വങ്ങളും മന്ത്രിമാരായിരിക്കുന്നവർക്ക് ബാധകമാണ്. UDF മന്ത്രിസഭയിലെ KC ജോസഫ് ആണെങ്കിലും മുഖ്യമന്ത്രിയാണെങ്കിലും നടത്തിയിട്ടുള്ള വിമർശനങ്ങളും പരാമർശങ്ങളും എല്ലാം അവർ നടത്തിയിരിക്കുന്ന സത്യപ്രതിജ്ഞയ്ക്ക് വിരുദ്ധമായിട്ടുള്ള കാര്യമായിരുന്നു. ഇപ്പോൾ KM മാണി ഇന്നലെ നിയമസഭയിൽ മിനിഞ്ഞാന്ന് അദ്ദേഹത്തിന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് നടത്തുകയുണ്ടായി. ആ സ്റ്റേറ്റ്മെന്റിൽ തന്നെ പറയുന്നൊരു കാര്യമാണ്, എന്നെ കേൾക്കാതെയാണ് കോടതി വിധി നടത്തിയെന്നാണ്. അതിൽ പിന്നെ ഒരു കേസിലെ പ്രതിയായിരിക്കുന്ന KM മാണിയെ ഈ കേസിൽ കേൾക്കേണ്ട കാര്യമുണ്ടോ? കാരണം KM മാണിയെ സംബന്ധിച്ച് KM മാണി പ്രതിയായിരിക്കുന്ന ഒരു കേസ് തുടരണമോ വേണ്ടയോ എന്നൊരു വിഷയമാണ്. ഒരു കേസിൽ, ഒരു കൊലക്കേസിൽ അല്ലെങ്കിൽ ഒരു കളവ് കേസിൽ അല്ലെങ്കിൽ ഒരു തല്ല് കേസിലെ പ്രതിയെ സംബന്ധിച്ച് ഗവൺമെന്റ് നടത്തിയിരിക്കുന്ന അന്വേഷണം തെറ്റോ ശരിയോ എന്ന കാര്യത്തെ സംബന്ധിച്ച് ഒരു കോടതിയുടെ മുൻപാകെ വരുമ്പോൾ അതിനകത്ത് ആ പ്രതി കക്ഷിയല്ല. ആ കക്ഷിയല്ലാത്ത പ്രതി KM മാണി ആയതുകൊണ്ട് KM മാണിക്ക് വേറെ വല്ല നിയമമുണ്ടോ? ആ കക്ഷിയല്ലാത്ത ആളെ കേൾക്കാതെയാണ് കോടതി വിധി പ്രസ്താവിച്ചതെന്ന് പറയുന്നത് വല്ല എന്തെങ്കിലും സാങ്കത്യമുള്ള കാര്യമാണോ?
എന്ന് മാത്രമല്ല, സുധീന്ദ്രകുമാറിന്റെ ബെഞ്ചിൽ പോയിരിക്കുന്ന ഹർജി ആര് കൊടുത്ത ഹർജിയാണ്? KM മാണിയുടെ ബിനാമി കൊടുത്ത ഹർജിയായിരുന്നല്ലോ. ആ ഹർജിയിലെ പ്രധാനപ്പെട്ട അവസാനം ചെയ്ത കാര്യം എന്തായിരുന്നു? അഡ്വക്കേറ്റ് ജനറൽ ഒന്ന് ആവശ്യപ്പെട്ടത് എന്താ? എല്ലാവർക്കും നോട്ടീസ് അയക്കാൻ തീരുമാനിച്ചില്ലേ? അപ്പൊ അതിനുശേഷം കമാൽ പാഷയിലേക്ക് ബെഞ്ചിലേക്ക് പോയപ്പോൾ സംഭവിച്ചത് എന്താ? അത് പിന്നെ പിൻവലിച്ചുകൊണ്ട് ഓടേണ്ടി വന്നില്ലേ? അപ്പൊ ഇതൊക്കെ ഈ KM മാണിക്ക് ഇപ്പോൾ ഇല്ലിക്കാടൻ ജഡ്ജിന്റെ കോടതിയിൽ ഒരു വ്യത്യസ്തനായിട്ട് ഒരാളവിടെ പിന്നെ കോടതിയിൽ കക്ഷി ചേർന്നുകൊണ്ട് വന്നല്ലോ. എന്തായിരുന്നു അവിടെ താല്പര്യം? നീതിയായിരുന്നു. അവിടെയും KM മാണി ചെയ്ത കാര്യം എന്താ? അദ്ദേഹത്തിന്റെ ഒരു പിന്നെ പ്രോക്സി. രാജു 30 സെക്കൻഡിൽ താങ്കളുടെ മറുപടി. എനിക്ക് അവസാനിപ്പിക്കാൻ സമയമായിരിക്കുന്നു. ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യത്തെ പറ്റി അല്ല, KM മാണിയെ കേൾക്കാതെ നടത്തിയ ഒരു ജഡ്ജ്മെന്റിന്റെ പേരിൽ KM മാണി രാജിവെക്കേണ്ടി വന്നപ്പോൾ അത് തന്നെ കേൾക്കാതെയാണ് നടത്തിയ ഒരു പരാമർശമാണെന്ന് അദ്ദേഹം നിയമസഭ പോലൊരു സ്ഥലത്ത് അദ്ദേഹം പ്രാതിനിധ്യം ചെയ്യുന്ന നിയമസഭയിൽ പരസ്യമായ ആ രാജിയുടെ സാധ്യത സാഹചര്യങ്ങളെക്കുറിച്ച് വിശദീകരിക്കുമ്പോൾ പറയുന്നതിൽ എവിടെയാണ് ഒരു ജഡ്ജിക്കെതിരെയുള്ള പേഴ്സണൽ അറ്റാക്ക്? പക്ഷെ പറഞ്ഞാൽ മതിയോ ശ്രീ ആന്റണി രാജു? തന്റെ നിയമ പ്രക്രിയ പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി മേൽക്കോടതിയിൽ പോയി ജസ്റ്റിസ് കമാൽ പാഷയുടെ വിധി അല്ലെങ്കിൽ വിധിയിലെ ഈ പരാമർശം അസ്ഥിരപ്പെടുത്താൻ എന്തുകൊണ്ട് നിങ്ങൾ ധൈര്യം കാണിക്കുന്നില്ല? ഇങ്ങനെ വെറുതെ പറഞ്ഞുകൊണ്ടിരുന്നാൽ മതിയോ? അല്ല നികേഷ് അത് വേറൊരു വശം. അതും ഈ സുനിൽകുമാർ പറഞ്ഞ ആർഗ്യുമെന്റും നികേഷ് പറഞ്ഞ രണ്ട് കാര്യങ്ങളാണ്. സുനിൽകുമാർ പറഞ്ഞ എന്തിനും KM മാണി നിയമസഭയിൽ തന്നെ കേൾക്കാതെയാണ് ഈ ജഡ്ജ്മെന്റ് എങ്ങനെ പറയാമെന്ന് എന്താ പറഞ്ഞുകൂടെ? അവിടെ എവിടെയാണ് ഒരു പേഴ്സണൽ അറ്റാക്ക്? എവിടെയാണ് അത്? KM മാണി രാജിവെക്കാനായ സാഹചര്യം വിശദീകരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും സുനിൽകുമാറിന് നാളെ രാജിവെക്കേണ്ടി വന്നാലും ഇത് തന്നെ പറയേണ്ടി വരും ഇങ്ങനെ ചെയ്താൽ. വ്യക്തമാണ്. വളരെ നന്ദി ആന്റണി രാജു. VS സുനിൽകുമാർ MLA, അഡ്വക്കേറ്റ് ഉദയഭാനു, അഡ്വക്കേറ്റ് ജയശങ്കർ, അഡ്വക്കേറ്റ് PS ശ്രീധരൻപിള്ള HSവറിൽ പങ്കെടുത്തതിന്.